രണ്ടാമത്തെ ദിവസത്തെ കൺവെൻഷൻ പ്രാർത്ഥിച്ചു തുടങ്ങാനായിട്ട് കഞ്ഞിക്കുഴി CSA അസെൻഷൻ ചർച്ചിന്റെ അസിസ്റ്റന്റ് വികാരി റവറൻഡ് ഡീക്കൻ ജെറിൻ മോനച്ചനെ ക്ഷണിക്കുന്നു. പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ 60ാമത് തൃതീയ ജൂബിലി സ്മാരക കൺവെൻഷൻ്റെ ഇന്നത്തെ ദിവസത്തേക്ക് ഞങ്ങളെ കൂട്ടിയെടുത്ത കൃപകൾക്കാണ് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവെ സ്തുതിക്കുന്നു. യഥാസ്ഥാനപ്പെടലിൻ്റെ വർഷമായിട്ട് ഞങ്ങൾ ഈ വർഷം ചിന്തിക്കുമ്പോൾ കർത്താവെ, ഇന്ന് ഞങ്ങൾ കേൾക്കുന്ന പാട്ടുകളിലൂടെ, കർത്താവെ കേൾക്കുന്ന ദൈവവചനങ്ങളിലൂടെ, കർത്താവെ വായിക്കുന്ന വേദഭാഗങ്ങളിലൂടെ യഥാസ്ഥാനപ്പെടലിൻ്റെ ആവശ്യകതയെക്കുറിച്ച് മനസ്സിലാക്കുവാനും ഞങ്ങളുടെ ജീവിതങ്ങളിൽ അനിവാര്യമായ തിരുത്തുകൾ വരുത്തുവാനും പുതുക്കത്തെ പ്രാപിക്കുവാനും ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം സംസാരിക്കുന്ന പോൾ സ്വരൂപ് ബിഷപ്പിനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ പ്രിയദാസനെ അങ്ങ് നിറച്ച് അനുഗ്രഹിച്ച് കാത്തു പരിപാലിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്നത്തെ കൺവെൻഷൻ നേർന്നു നൽകുന്ന ഞങ്ങളുടെ അഭിനന്ദി ബിഷപ്പിനെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കൺവീനേഴ്സിനെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കടന്നു വരുന്ന ജനങ്ങൾക്കാണ് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഗായിക സംഘത്തിനാണ് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവെ സ്തുതിക്കുന്നു. കർത്താവെ, അവർ പാടുന്ന പാട്ടുകളിലൂടെ, കർത്താവെ അവരുടെ അധ്വാനങ്ങളിലൂടെ ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഞങ്ങൾ സഹായിക്കുന്നുവല്ലോ. കർത്താവെ, ഈ കൺവെൻഷൻ യോഗങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലേറെ അനുഗ്രഹങ്ങളുടെയും നന്മകളുടെയും മുഖാന്തരങ്ങളായിട്ട് തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് ഈ കൺവെൻഷൻ പന്തലിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവരും ദൈവഹിതത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് കടന്നു പോകുവാൻ ദൈവം അങ്ങ് സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കൺവെൻഷൻ്റെ ആദ്യം മുതൽ അവസാനം വരെയും ദൈവത്തിൻ്റെ സാന്നിധ്യവും സഹായം ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ വഴി നടത്തുന്ന കൃപകൾക്കാണ് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, തുടർന്നുള്ള മീറ്റിങ്ങുകളിലും ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രാവിലെ മുതൽ നടത്തപ്പെട്ട മീറ്റിങ്ങുകളുടെ മേൽ, ബൈബിൾ ക്ലാസ്സുകളുടെ മേൽ വ്യാപരിച്ച ദൈവകൃപകൾക്കാണ് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. കർത്താവ്, വൈകുന്നേരത്തെ യോഗങ്ങളും ഏറെ അനുഗ്രഹപ്രദമായിട്ട് കർത്താവെ പൂർത്തീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ദൈവകൃപയെ ഞങ്ങൾ നിറയ്ക്കണം, മാനവമാവത്തോടെ നിറയ്ക്കണം. സർവേശ്വരന്റെ നാമത്തിൽ തന്നെ ആമേൻ. 60ാമത് തൃതീയ ജൂബിലി സ്മാരക കൺവെൻഷൻ്റെ 2ാം ദിനത്തിലേക്ക് ഏവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ 2ാം ദിവസത്തെ ഗാന ശുശ്രൂഷ ആരംഭിക്കുകയാണ്. നമുക്ക് ഏവർക്കും ചിരപരിചിതമായ ഒരു ഗാനം ചേർന്ന് പാടിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം. പാട്ടുപുസ്തകത്തിലെ 27ാമത്തെ പാട്ട്, യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയോ എന്നുമുള്ളത് എന്നാരംഭിക്കുന്ന സുപരിചിതമായ ഗാനം നമുക്ക് ചേർന്ന് പാടാം. പാട്ടുപുസ്തകത്തിലെ 27ാമത്തെ ഗാനം.
പാപത്തിൻ്റെ ബാഹുല്യത്തിൽ മരിച്ച നമ്മൾ ഓരോരുത്തരെയും പുതുജീവനേകി വീണ്ടെടുക്കുവാനായി സ്വന്തം ജീവനെ കാൽവരി ക്രൂശിൽ യാഗമായി നൽകിയ കർത്താവിനെ അനുസ്മരിക്കുന്ന ഒരു ഗാനം 2026 കൺവെൻഷനിലെ ഒരു പുതിയ ഗാനം, പാട്ടുപുസ്തകത്തിലെ 2ാമത്തെ ഗാനം, യാഹേ നീ എൻ്റെ നായകൻ, യാഹേ നീ എൻ്റെ പാലകൻ എന്ന് ആരംഭിക്കുന്ന ഗാനം. ഈ ഗാനത്തിൻ്റെ രചനയും സംഗീതവും നിർവഹിച്ചത് മിസ്സസ് റീബ ജോൺ. നമുക്കെല്ലാവർക്കും ചേർന്ന് പാടാം പാട്ടുപുസ്തകത്തിലെ 2ാമത്തെ ഗാനം.
ദിനങ്ങൾ കടന്നു വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ അനവധിയായി കടന്നു വരുമ്പോൾ, നാം തകർന്നു പോയി എന്ന ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ, നമ്മെ വീണ്ടെടുക്കുവാൻ, നമ്മെ മാറോട് ചേർക്കുവാൻ ഒരു കർത്താവുണ്ട് എന്നും ആ കർത്താവാണ് ആൽഫയും ഒമേഗയും എന്നും നമ്മുടെ ജീവൻ്റെ ആശയും പ്രത്യാശയുമെല്ലാം ആ കർത്താവാണ് എന്ന് പൂർണ്ണബോധ്യം നൽകുന്ന ഒരു പ്രബോധം നൽകുന്ന നല്ല മനോഹരമായ ഒരു പുതിയ ഗാനം. പാട്ടുപുസ്തകത്തിലെ 6ാമത്തെ ഗാനം. ഈ പാട്ടിൻ്റെ രചനയും സംഗീതവും നൽകിയത് റവറൻ സബിൻ ജോ ബെൻസൺ അച്ഛൻ. നമുക്ക് എല്ലാവർക്കും ചേർന്ന് പാടാം പാട്ടുപുസ്തകത്തിലെ 6ാമത്തെ ഗാനം.
നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നമുക്ക് സുപരിചിതമായ ഒരു പാട്ട് ചേർന്ന് പാടാം. പാട്ടുപുസ്തകത്തിലെ 42-ാമത്തെ ഗാനം, ആരാധനയ്ക്ക് യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിരുന്നത് എന്ന് ആരംഭിക്കുന്ന ഗാനം നമുക്കെല്ലാവർക്കും അതത് സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് കരങ്ങളെ അടിച്ചുകൊണ്ട് പാടാം. നമ്മുടെ പഴയതും പുതിയതുമായ പാട്ടുകൾ അടങ്ങുന്ന പാട്ടുപുസ്തകം 20 രൂപ നിരക്കിൽ ലഭ്യമാണല്ലോ. വോളണ്ടിയേഴ്സ് കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ കൺവെൻഷൻ സ്റ്റോളുകളിൽ അത് ലഭ്യമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് 42-ാമത്തെ ഗാനം ചേർന്ന് കരങ്ങളെ അടച്ചുകൊണ്ട് പാടാം.
മിഷണറി ആഗമന തൃതീയ ജൂബിലി കൺവെൻഷന്റെ അധ്യക്ഷനും മഹായിടോ ബിഷപ്പുമായിരിക്കുന്ന മലയിൽ റൈറ്റ് റവറൻഡ് ഡോക്ടർ സബു കോശി ചെറിയാൻ തിരുമേനി, ഇന്നത്തെ മുഖ്യ പ്രാസംഗികൻ ബിഷപ്പ് പോൾ സ്വരൂപ്, കൊല്ലം കൊട്ടാരക്കര മഹായിടവകയുടെ മുൻ അധ്യക്ഷൻ റൈറ്റ് റവറൻഡ് ഡോക്ടർ ഉമ്മൻ ജോർജ് തിരുമേനി, മഹായിടവ ഭാരവാഹികൾ, കൺവെൻഷൻ കൺവീനേഴ്സ്, വൈദിക ശ്രേഷ്ഠ സഭാ ശുശ്രൂഷകർ, സിസ്റ്റേഴ്സ്, വൈദിക വിദ്യാർത്ഥികൾ, വിശ്വാസ സമൂഹം, ഏവർക്കും ക്രിസ്തു യേശുവിന്റെ ത്രിയേക നാമത്തിൽ സ്നേഹവന്ദനം. 1996 മഹായുടെ അധ്യക്ഷനായിരിക്കുന്ന ദിവംഗതനായ സാം മാത്യു തിരുമേനിയാൽ സ്ഥാപിതമായ മിഷൻ വയൽ പ്രദേശമാണ് കർണാടകയിൽ മൈസൂർ ജില്ലയിൽ എസ് ടി കോട്ടെ താലൂക്കിൽ അംബാപുര ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന മഹായിടവകയുടെ 5ാമത്തെ വയൽ പ്രദേശമായ മൈസൂർ മിഷൻ. ഇന്ത്യയിൽ ചിലയിടങ്ങളിലെങ്കിലും വളരെ രൂക്ഷമായി കാണപ്പെടുന്ന ഫ്യൂഡൽ ആധിപത്യം, മതവിഭാഗിത, ജാതി വ്യവസ്ഥ എന്നീ ഘടകങ്ങൾ മൈസൂർ മിഷന്റെ പ്രവർത്തനങ്ങളെ 3 പതിറ്റാണ്ടുകളായി ബാധിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ സാം മാത്യു തിരുമേനിയുടെ ദർശനമായ ജനങ്ങളുടെ ആവശ്യങ്ങളോട് പ്രതികരിക്കുന്നതായിരിക്കണം ക്രിസ്തീയ ദൗത്യം എന്നത് എല്ലാ പ്രതികൂലമായ സാഹചര്യങ്ങളെയും തരണം ചെയ്യുന്നതിന് സാധ്യമാകുന്നു. ആദ്യ കാലഘട്ടത്തിൽ കർണാടക സദേൺ ഡയസിസിലെ പട്ടക്കാരനായ റവറൻഡ് ജോൺസൺ പോൾ അച്ഛനിലൂടെയും തിരുവല്ല ബദേൽ ആശ്രമത്തിലെ സിസ്റ്റർ റേച്ചൽ ജോൺ ലീല കൊച്ചമയിലൂടെയും ലഭിച്ച സഹായങ്ങൾ മുഖാന്തരം പ്രഥമ മിഷണറി റവറൻഡ് കുര്യൻ മാത്യു അച്ഛന് മിഷൻ പ്രവർത്തനം ആരംഭിക്കുവാൻ സാധിച്ചു. 1997 4 കുട്ടികളുമായി ഒരു പശുത്തൊഴുത്തിൽ ആരംഭിച്ച സെന്റ് പോൾസ് മിഷൻ സ്കൂള് ഇന്ന് 3.25 ഏക്കറിൽ 520 ഗ്രാമീണ കുട്ടികൾക്ക് ഈ നാളുകളിൽ മഹായിടവ ബിഷപ്പിന്റെ നിർദ്ദേശങ്ങൾ മുഖാന്തരം ആശീർവാദത്തോടുകൂടെ അത്യാധുനിക സംവിധാനങ്ങളോടെ സഹായത്തോടെ സമഗ്ര വിദ്യാഭ്യാസം നൽകുന്ന വിദ്യാലയമായി മാറുവാൻ സാധിച്ചു. തുടർന്ന് വന്ന റവറൻഡ് ജേക്കബ് പി ദേവസി അച്ഛൻ, ജോൺസൺ ജോൺ അച്ഛൻ, പ്രമോദ് ജെ ജോൺ അച്ഛൻ, അനൂപ് ജോർജ് ജോസഫ് അച്ഛൻ എന്നീ അച്ഛന്മാരും അവരുടെ കുടുംബാംഗങ്ങളും ഈ ദർശനം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുവാൻ സാധിച്ചു. മിഷൻ സ്കൂളിന്റെ ആരംഭം മുതൽ ഇന്ന് വരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രകാശ് മേരി മിസ്സിനെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. ഈ പ്രിയപ്പെട്ടവരുടെ അക്ഷീണ പ്രയത്നങ്ങളുടെ ഫലമായി 2016 2024 കർണാടക ഗവൺമെന്റിന്റെ താലൂക്കിലെ മികച്ച വിദ്യാലയം എന്ന ബഹുമതി മിഷൻ സ്കൂളിന് കരസ്ഥമാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. കർണാടകയിൽ മതപരിവർത്തന നിയമം പാസാക്കിയതിനാൽ സ്കൂൾ പ്രവർത്തനങ്ങളെ ബാധിക്കാത്ത തരത്തിലുള്ള ഗ്രാമീണ പരസ്യ ശുശ്രൂഷയാണ് വെറും 16 കുടുംബങ്ങളെ കേന്ദ്രീകരിച്ച് ലോക്കൽ മിഷണറിയുടെ സഹായത്തോടുകൂടെ നടന്നു വരുന്നത്. വിദ്യാഭ്യാസം കച്ചവടവൽക്കരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ മിഷൻ സ്കൂൾ ഗ്രാമത്തിലെ ജനങ്ങൾക്കും അവരുടെ വരും തലമുറകൾക്കും സാമ്പത്തികമായി താങ്ങാനാവുന്ന മൂല്യബോധമുള്ള വിദ്യാഭ്യാസമാണ് നൽകി പോരുന്നത്. കൂടാതെ 2027 സ്കൂളിന്റെ പേൾ ജൂബിലി ആഘോഷങ്ങൾ നടത്തപ്പെടുമ്പോൾ 4 പുതിയ ക്ലാസ് മുറികളും അനുബന്ധ ശുചിമുറികളും അടിയന്തരമായി പണിയേണ്ടതായിട്ടുണ്ട്.
അതോടൊപ്പം തന്നെ ഏതാണ്ട് 50 കുട്ടികളെയാണ് ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നാളുകളിൽ മിഷണറി അധ്യാപകരായി പ്രവർത്തിച്ച നവ്യ ആൻഡ് ബിജു, ഏഞ്ചല, റബേക്ക ജോർജ്, ഏബൽ ജേക്കബ് ചെറിയാൻ, ഫീബി വാങ് എന്നിവരെയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബിനോയും തരീൻ അച്ഛൻ്റെ മക്കളായ ബിത്തിയ എം ബിനോയിയെയും ബെസ്ലേൽ എം ബിനോയിയെയും എന്നിവരെയും ടീച്ചേഴ്സ് ട്രെയിനേഴ്സായി പ്രവർത്തിക്കുന്ന പ്രൊഫസർ ഡേവിഡ് അബ്രാം സാറിനെയും പ്രൊഫസർ ഡോക്ടർ വൈ മാത്യു സാറിനെയും പ്രത്യേകം ഓർക്കുകയും നന്ദി കരയറ്റുകയും ചെയ്യുന്നു. മാറ്റത്തിന്റെ കാളശബ്ദമുയർത്തുന്ന മൈസൂർ മിഷനെ തുടർന്നും ഓർക്കണമേ എന്ന് ഏറ്റവും വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. മൈസൂർ മിഷനെ നിങ്ങൾ തുടർന്നും പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ ഇടയിൽ ആർക്കെങ്കിലും കഴിവും സമയവും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഇടയിൽ വന്ന് പ്രവർത്തിക്കണമേ എന്ന് ഏറ്റവും വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ അവസരം ഒരുക്കി നൽകിയ കൺവെൻഷൻ കൺവീനേഴ്സ്, മിഷൻ ഡയറക്ടർ റവറൻ ജേക്കബ് ഡാനിയൽ അച്ഛൻ, മിഷൻ ബോർഡ് സെക്രട്ടറി റവറൻ രഞ്ജി കെ ജോർജ് അച്ഛൻ എന്നിവരോടുമുള്ള നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു. താങ്ക് യു. A very good evening to each and every one of you. എല്ലാവർക്കും സന്ധ്യാവന്ദനം അറിയിക്കട്ടെ. I bring you greetings from the Diocese of Delhi of the Church of North India. CNI സഭയുടെ ഡൽഹി ഡയസിസിൽ നിന്നുമുള്ള സ്നേഹാദരവുകളും ആശംസകളും നിങ്ങളെ അറിയിക്കും. It is a joy to be here with you this evening and to share God's word with you. നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിനും ദൈവവചനം പ്രഘോഷിക്കുന്നതിനും ലഭിച്ച അവസരത്തെ ഓർത്ത് സന്തോഷിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യും. I am grateful to your bishop, നിങ്ങളുടെ ബിഷപ്പിനോട് ഞാൻ നന്ദിയുള്ളവനാണ്. Thirumeni Sabucherian, and thank you for inviting me to be part of this convention. ഈ കൺവെൻഷന്റെ ഭാഗമായിരിക്കാൻ എന്നെ ക്ഷണിച്ച അഭിവന്ദനായ സാബു കോശി ചെറിയാൻ തിരുമേനയോടുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കട്ടെ. Today is also a very special day. ഇന്ന് വളരെ പ്രത്യേകത നിറഞ്ഞ ഒരു ദിവസമാകുന്നുവല്ലോ. Today is a day when you are celebrating your 60th year of your convention. ഈ കൺവെൻഷൻ യോഗങ്ങൾ ഇത് 60ാമത് സെഷനുകൾ നടക്കുന്ന സമയമാകുന്നുവല്ലോ. Today is also the Republic Day when we are celebrating the 77th Republic Day and 76 years of our Republic. 77ാമത് റിപ്പബ്ലിക് ദിനം ആചരിപ്പാനുള്ള അവസരവും ഇന്ന് നമുക്ക് ലഭിച്ചുവല്ലോ. കഴിഞ്ഞ 76 വർഷം നമ്മെ അത്ഭുതകരമായി നടത്തിയ ദൈവത്തെ സ്തുതിക്കുന്നു. So let me wish you all a happy Republic Day. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ഒരു റിപ്പബ്ലിക് ദിനം ആശംസിക്കട്ടെ. The Constitution replaced the Government of India Act 1935 as the governing document for India. ജനങ്ങളെ ഭരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഭരണഘടന നിലവിൽ വരുവാനായിട്ട് സംഗതിയായി. This turned the nation from a dominion into a republic following its independence from the British Raj in 1947. ഏകാധിപത്യത്തിൽ നിന്നും ജനാധിപത്യത്തിലേക്കുള്ള ഒരു വളർച്ചയായിട്ട് 1947 ആ നീക്കത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. The Constitution was adopted by the Constituent Assembly of India on 26th November 1949 and came into effect on 26th January 1950. 1949 നവംബർ 26 ഭരണഘടന നിലവിൽ വന്നത്. So we are grateful to God that we have the Constitution. നമുക്കൊരു ഭരണഘടനയുണ്ട് എന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Just as we have the Constitution to govern our nation, നമ്മുടെ രാജ്യത്തിന് ഭരണത്തിന് സഹായകരമായി ഭരണഘടന ഉള്ളതുപോലെ so also we have God's word to govern God's people. ദൈവജനത്തെ ഭരിക്കുന്നതിന് അല്ലെങ്കിൽ ദൈവജനത്തിനുള്ള ഭരണം ലഭിക്കുന്നതിന് നിർദ്ദേശം ലഭിക്കുന്നതിന് ദൈവവചനം നമുക്കുണ്ടല്ലോ. And so it is wonderful to have an opportunity to like this to meditate on God's word to direct our lives. നമ്മുടെ ജീവിതത്തിന് ശരിയായ മാർഗനിർദ്ദേശം ലഭിക്കുന്നതിന് ദൈവവചനം നമുക്ക് ലഭിച്ചതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. In your own diocese in the last year you had earmarked the year as the year of dedication and this year as the year of restoration. 2025 നാം സമർപ്പണത്തിന്റെ വർഷമായിട്ട് ആചരിച്ചു. ഇപ്പോൾ 2026 നാം യഥാസ്ഥാനത്വത്തിന്റെ വർഷമായി ആചരിക്കുന്നു. A year of restoration is a season in which God renews what was broken, revives what was weary and reclaims what seemed lost. യഥാസ്ഥാനത്തിന്റെ വർഷത്തിൽ നമുക്ക് സംഭവിക്കുവാനുള്ളത് ദൈവസന്നിധിയിലേക്കുള്ള ഒരു മടക്കയാത്രയാണ്. ഒടിഞ്ഞുപോയതിനെ നേരെയാക്കുന്ന, ക്ഷീണിച്ചതിനെ ശരിയാക്കുന്ന, അതുപോലെ തന്നെ ജീവനെ അതുപോലെ തന്നെ പ്രാപിക്കുന്ന ഒരു അവസരമായിട്ട് അതിനെ നമുക്ക് കാണുവാൻ സാധിക്കും. So restoration means being brought back to wholeness. ആ പൂർണ്ണതയിലേക്കുള്ള മടക്കമായിട്ട് യഥാസ്ഥാനത്വത്തെ നമുക്ക് കാണുവാൻ സാധിക്കും.
to the original purpose and beauty that God intended for you and for me. ദൈവം ആഗ്രഹിക്കുന്ന ഉദ്ദേശത്തെയും ദൈവം ആഗ്രഹിക്കുന്ന ഭംഗിയും അതിലേക്കുള്ള മടക്കമായിട്ട് യഥാസ്ഥാനത്വത്തെ It is not just about repair, but it is about renewal. God healing our lives, rebuilding our hope, and restoring our joy so that we may walk forward with fresh strength and faith. കേവലമായിട്ടുള്ള ഒരു നന്നാക്കലല്ല, എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന ഉണ്മയിലേക്കുള്ള പൂർണ്ണമായ മടക്കമായി യഥാസ്ഥാനത്വത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. It is this kind of restoration that we need as we enter into this year of restoration. അതുകൊണ്ട് യഥാസ്ഥാനത്വത്തിന്റെ വർഷത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ പൂർണ്ണതയിലേക്കുള്ള ഒരു മടക്കം നമുക്ക് നൽകുന്ന യഥാസ്ഥാനത്വം നമുക്ക് ഉണ്ടാകുവാനായിട്ട് ആഗ്രഹിക്കും. The reading from Luke's gospel about a man called Zacchaeus, about a man being restored. സക്കായി എന്നു പേരുള്ള ഒരു മനുഷ്യന്റെ യഥാസ്ഥാനത്വത്തെ കുറിച്ചാകുന്നുവല്ലോ വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വേദഭാഗങ്ങളിൽ നാം കണ്ടത്. You know, in many places in your schools you will have a place called the lost and found. പലയിടങ്ങളിലും പ്രത്യേകമായ സ്കൂളുകളിലും നഷ്ടപ്പെട്ടു പോയ സാധനങ്ങളെ മടക്കി നൽകുന്ന സ്ഥാനങ്ങൾ നമുക്കുണ്ടല്ലോ. If you lose your tiffin box or your water bottle, you can go after school and see whether somebody has put it in the lost and found. നമ്മുടെ ഭക്ഷണത്തിന്റെ പാത്രമോ അതോ വാട്ടർ ബോട്ടിലോ ഒക്കെ നഷ്ടപ്പെട്ടാൽ അപ്രകാരമുള്ള സ്ഥലങ്ങളിൽ പോയി നമുക്കതിനെ വീണ്ടെടുക്കുന്നതിന് സാധിക്കും. But unfortunately there's no place for human beings who are lost. നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ തിരികെ ലഭിക്കുന്നതിനുള്ള സ്ഥാനങ്ങൾ വളരെ വിരളമാണ്. But God goes after the lost and he finds them. പക്ഷെങ്കിൽ ദൈവം നഷ്ടപ്പെട്ടതിന് പിന്നാലെ പോകുകയും അതിനെ നഷ്ടപ്പെട്ടതിനെ തിരികെ വരുത്തുകയും ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ. God's love is always reaching out to us in spite of us running away from him. നാം ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്തോറും അല്ലെങ്കിൽ അകന്നു പോയാലും ദൈവം നമ്മെ തേടി മടക്കി വരുത്തുന്ന ഒരു അനുഭവം ദൈവത്തെ സ്നേഹത്തിൽ കാണുവാൻ സാധിക്കും. Jonah is a good example who wanted to run away from God just in the opposite direction. ദൈവം വിളിച്ചതിൽ നിന്ന് എതിർദിശയിലേക്ക് ഓടിയ യോനെ തന്നെയാണ് അതിന്റെ ഉത്തമ ഉദാഹരണം. But we see how God brings him back as well. നമ്മെ തന്നെയും മടക്കി വരുത്തുന്ന ദൈവസ്നേഹത്തെ കുറിച്ച് നമുക്കറിയാമല്ലോ. This evening I want us to look at the story of Zacchaeus. ഈ വൈകുന്നേരം സക്കായിയെ കുറിച്ചുള്ള ചില ചിന്തകൾ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കും. Maybe in your Sunday school you sang a little chorus, Zacchaeus was a wee little man was he. സക്കായി കുള്ളനായ ഒരു മനുഷ്യൻ എന്നുള്ള പാട്ട് ഒരു പക്ഷേ സൺഡേ സ്കൂൾ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിരിക്കുമല്ലോ. He climbed up on a sycamore tree for the Lord he wanted to see. അവനൊരു കാട്ടത്തിമേൽ കയറുകയും അവൻ ആഗ്രഹിച്ച യേശുവിനെ കാണുവാൻ ആഗ്രഹിക്കുകയും ചെയ്തു എന്നുള്ളത്. And as the Savior passed that way, he looked up in the tree and he said, Zacchaeus, come down, for I'm going to your house today. രക്ഷകൻ അതുവഴി കടന്നു വന്നപ്പോൾ സക്കായിയെ വേഗം ഇറങ്ങി വാ എന്നുള്ളത് പറഞ്ഞ് അവന്റെ വീട്ടിൽ പാർത്തത് അപ്രകാരമുള്ള ഒരു പാട്ട് ഒരു പക്ഷേ നമുക്ക് പരിചിതമായിരിക്കുമല്ലോ. So now let's turn to the text. If you have your Bibles, turn with me to Luke's Gospel chapter 19 verse 1. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരികെ. So Jesus is entering Jericho and he was passing through. കർത്താവായ യേശുക്രിസ്തു യെരിഹോവിലേക്ക് പ്രവേശിക്കുകയും അതുവഴിയായി കടന്നു പോവുകയും ചെയ്യുകയായിരുന്നു. He does so not merely as a traveler passing through, but as a savior on a purposeful journey. കേവലം ഒരു യാത്രയായിട്ടല്ല, എന്നാൽ ഉദ്ദേശശുദ്ധി നിറഞ്ഞ ഒരു യാത്രയായിട്ട് അതിനെ നമുക്ക് വിവക്ഷിക്കുവാൻ സാധിക്കും. Because he is going to Jerusalem towards the cross, knowing fully well that he will be crucified there. ക്രൂശിനെ ലക്ഷ്യമാക്കി യെരുശലേമിലേക്കുള്ള യാത്രയായി ഇതിനെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. At the city gate, his compassion stops for a blind beggar named Bartimaeus. ബർത്തിമായി എന്ന് പറയുന്ന കുരുടനായ ഒരു മനുഷ്യന്റെ മുമ്പിൽ കർത്താവിന്റെ ആ വലിയ കരുണ തന്നെ നിർത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. His cry of faith is met with healing and restored sight. അവന്റെ വിശ്വാസത്തോടുള്ള കൂടിയുള്ള കരച്ചിൽ അവന് സൗഖ്യം നൽകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ And സാധിക്കും. moving on towards Jerusalem where the cross awaits him, Jesus pauses once again, this time beneath a sycamore tree. അപ്രകാരമുള്ള യാത്ര വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ നാം കാണുന്നത് സക്കായിയുടെ അടുക്കൽ വന്ന യേശു നിൽക്കുന്ന കാഴ്ചയാണ്. And there he calls Zacchaeus by name. സക്കായിയെ പേര് ചൊല്ലി വിളിക്കുന്നത് നമുക്ക് കാണുവാൻ ഇടയായിത്തീരും. In Jericho, on the road to Jerusalem, where he is going to suffer and die, here we see Jesus restoring a human being. കഷ്ടത ലക്ഷ്യമാക്കിയുള്ള ആ പാതയിൽ ഇവിടെ സക്കായിയെ വീണ്ടും യഥാസ്ഥാനത്വത്തിലേക്ക് കൊണ്ടുവരുന്നത് കാണുവാൻ സാധിക്കും. Jesus restores both sight and hearts. കാഴ്ചയും അതുപോലെ തന്നെ ഹൃദയങ്ങളെയും
വീണ്ടും യഥാസ്ഥാനത്തിന്റെ അനുഭവത്തിലേക്ക് Showing കടന്നുവരുന്ന that യേശുവിനെ കാണുവാൻ സാധിക്കും. no cry is too small and no life is too lost for his redeeming grace. ആ രക്ഷണ്യ കൃപയെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ ഒരു കരച്ചിലും അത്ര നിസ്സാരമല്ല എന്ന് കാണുവാൻ സാധിക്കും. Jesus is the one who restores us to complete wholeness in body, mind, and in spirit. ശരീരത്തിലും ആത്മാവിലും മനസ്സിലും നമ്മളെ യഥാസ്ഥാനം നൽകി പൂർണ്ണതയിലേക്ക് നയിക്കുന്നത് യേശുവിന്റെ സ്നേഹമാണ്. So as we begin this year as the year of restoration, let us come to Jesus, who is the one who will restore each one of us. യഥാസ്ഥാനത്തിന്റെ വർഷത്തിലെ ആയതിനാൽ നമുക്ക് കർത്താവിലേക്ക് മടങ്ങി വരുവാനായി ശ്രമിക്കാം. The ancient city of Jericho was by this time an affluent settlement. വളരെ ധനികരായിട്ടുള്ള ആൾക്കാർ പാർത്തിരുന്ന ഒരു പട്ടണമാണ് എരിഹോ എന്നുള്ളത് അറിയാമല്ലോ. It was expanded by Herod. ഹെരോദ രാജാവ് അതിനെ വിസ്തൃതപ്പെടുത്തി. Its warm winter climate made it a favored place for leading citizens of Jerusalem to have a second home there. അവിടെ ഒരു രണ്ടാം ഭവനമായിട്ട് പലപ്പോഴും യെരുശലേമിൽ നിന്നുള്ള ആൾക്കാർ വന്ന് പാർത്തിരുന്നു. When it's too cold in Delhi, a lot of people run to Kerala. ഡൽഹിയിൽ വളരെയധികം തണുപ്പുള്ളപ്പോൾ പലരും കേരളത്തിലേക്ക് വരുന്നത് because the weather is nice here. ഇവിടെ കുറച്ചുകൂടെ കാലാവസ്ഥ So in അനുയോജ്യമാണ്. the same way, Jericho was a second place where many people, rich people, would afford a second house. അപ്രകാരം യെരിഹോവും ഒരു രണ്ടാം ഭവനമായിട്ട് ജനങ്ങൾ കരുതിയിരുന്നു. And such an administrative center was a suitable location for the chief tax collector. അതുപോലെ തന്നെ മുഖ്യ ചുങ്കക്കാർക്കും ഒരു നല്ല കേന്ദ്രമായിരുന്നു. It's interesting that this chief tax collector phrase does not occur anywhere else in the Bible. ഇതുപോലെയുള്ള ഒരു ഭാഷാ ശൈലി മറ്റൊരു ഭാഗത്തും വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കില്ല. He was not an ordinary tax collector like Levi, Matthew and his friends. മത്തായിയെ പോലെയുള്ള സാധാരണ ആൾക്കാരെ കുറിച്ച് പറയുന്നതിലും വ്യത്യസ്തമായി. But probably he was the head of the region. ഒരു പക്ഷേ ഈ ദേശത്തിന്റെ തലവനായിട്ട് നമുക്ക് സഖായിയെ മനസ്സിലാക്കുവാൻ സാധിക്കും. So he was rich. അതുകൊണ്ട് തന്നെ അദ്ദേഹം ധനികനായിരുന്നു. But he was also very unpopular. എന്നാൽ അത്ര അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമായിരുന്നില്ല സഖായി എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാം. And his going to a sycamore tree also shows that there were lots of leaves in the tree which could cover him and hide him. ഒളിച്ചിരുന്നാൽ തന്നെ കാണാൻ പാടില്ലാത്ത വിധം ധാരാളം ഇലകളാൽ നിറഞ്ഞ ഒരു മരമാണ് കാട്ടത്തി എന്നുള്ളത് നമുക്കറിയാമല്ലോ. So we've seen about Jericho. അതുകൊണ്ട് അതാണ് എരിഹോവിനെ കുറിച്ചുള്ള ചിത്രം. Now let's see who was Zacchaeus. ആരാണ് സഖായി എന്നുള്ളത് നമുക്ക് കാണാം. In verse 2 he says, Luke says, a man was there by the name of Zacchaeus. He was a chief tax collector and was wealthy. അവിടെ പറയുന്നു സഖായി എന്നു പേരുള്ള ഒരു മനുഷ്യൻ യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ചു എന്നുള്ളത്. Several things that Luke mentions to us in this second verse. ഇവിടെ രണ്ടാം വാക്യത്തിൽ പല കാര്യങ്ങൾ സുവിശേഷകൻ പറയുന്നുണ്ട്. First of all, he says his name is Zacchaeus because he wants to draw special attention to his name. അവന്റെ പേര് സഖായി എന്ന് ഉള്ളത് എടുത്തു പറയുന്നുണ്ട്, കാരണം പ്രത്യേകമായ ശ്രദ്ധ അർഹിക്കുന്നതിന് വേണ്ടി. Zacchaeus, a Hebrew Zakkai, is an abbreviation of Zechariah. സെക്കറായ എന്നുള്ള പേരിന്റെ ഏറ്റവും ചെറിയ രൂപമായിട്ട് നമുക്ക് സഖായി എന്നുള്ള പേരിനെ മനസ്സിലാക്കുവാൻ ഇടയായിത്തീരും. And the name means morally clean, pure, innocent, one who speaks justly. ധാർമ്മികമായ ശുദ്ധമായ എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു പദമാണ് ആ പേര്. Zacchaeus was a chief tax collector and he was rich. അവൻ വളരെ ധനികനായിരുന്നു, അവൻ മുഖ്യ ചുങ്കക്കാരനായിരുന്നു. He was no doubt despised and hated by all people in Jericho and the surrounding area. അവനെ ചുറ്റുമുള്ളവർ നിസാരനായി കണക്കാക്കിയിരുന്നു. Because he was working for the Roman government. അവൻ റോമൻ ഗവൺമെന്റിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിത്വമാണ്. You must understand that Judah was under Rome at this time. ആ സമയത്ത് യൂദ എന്ന് പറയുന്നത് റോമൻ ആധിപത്യത്തിന് കീഴിലായിരുന്നു. And so these tax collectors were actually collecting taxes from their fellow Jews and giving to the Roman government. അതുകൊണ്ട് ഇപ്രകാരമുള്ളവർ തങ്ങളുടെ തന്നെ സഹോദരങ്ങളിൽ നിന്ന് നികുതി ചുങ്കം പിരിച്ചുകൊണ്ട് റോമൻ ഗവൺമെന്റിന് കൊടുക്കുന്ന രീതിയായിരുന്നു. And therefore they were hated by the people and considered as traitors. അതുകൊണ്ട് തന്നെ അവർ ചതിയന്മാരായിട്ടും വഞ്ചകന്മാരായിട്ടും ഒക്കെ അവരെ കരുതി വന്നിരുന്നു. The system of taxation was called tax farming. ഒരു നികുതിയുടെ കൃഷി എന്നുള്ള അർത്ഥത്തിലാണ് ഈ കാര്യങ്ങളെ മനസ്സിലാക്കിയത്. So what the Roman government would say is, well, at the end of the year you must give me 100,000 rupees.
10,000 രൂപ വർഷാവസാനം അടയ്ക്കണം എന്നുള്ളതാണ് പറയുന്നത്. But the tax collectors would double the amount and tell the people, I have to fill 200,000 rupees to the Roman government. എന്നാൽ ഈ ചുങ്കക്കാരാകട്ടെ ജനങ്ങളിൽ നിന്ന് അധികം പിരിച്ചു വന്നിരുന്നു. So they would add to what the taxes were actually meant to be taken, and all that went into their pockets. ശരിയായി വാങ്ങിക്കേണ്ടതിന്റെ അധികമായ തുകകൾ വാങ്ങി സ്വന്തമായ കാര്യങ്ങൾക്ക് അവർ ഉപയോഗിച്ചു വന്നിരുന്നു. So as a result, the tax collectors were guilty of gross extortion of the people. അതുകൊണ്ട് തന്നെ ജനങ്ങളാൽ വെറുക്കപ്പെട്ടവരായി തീർന്നിരുന്നു. And therefore they were hated by the people. അതുകൊണ്ട് തന്നെ ജനങ്ങളാൽ വെറുക്കപ്പെട്ടവരായിരുന്നു. So Zacchaeus was not a popular man because of the work that he was doing. അതുകൊണ്ട് അവന്റെ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളിൽ അവൻ അത്ര ജനങ്ങളാൽ സമ്മതനായിരുന്നില്ല. Second thing we say that Luke tells us is that he was a rich man. അവനൊരു ധനികനായിരുന്നു എന്ന് ലൂക്കോസ് ഇവിടെ രേഖപ്പെടുത്തുന്നു. Even though he was rich, he was not content or happy. അവൻ ധനികനായിരുന്നുവെങ്കിലും തൃപ്തിയുടെ ഒരു അനുഭവം അവന്റെ ജീവിതത്തിൽ കാണുവാൻ സാധിച്ചിരുന്നില്ല. He had grown rich exploiting his fellow Jews, and the guilt of that was plaguing him. ഒരുപക്ഷേ അതിന്റെ കുറ്റബോധം, മറ്റുള്ളവരെ വഞ്ചിക്കുന്നതിന്റെ കുറ്റബോധം അവനെ ഭരിച്ചിരുന്നിട്ടുണ്ടാകാം. His money wasn't able to quench the turmoil in his soul. അവന്റെ ആത്മാവിന്റെ ആ ഗദ്ഗതങ്ങളെ ഒതുക്കുവാനായിട്ട് ഒരിക്കലും അവന്റെ ധനത്തിന് സാധ്യമായിരുന്നില്ല. And he was also short. അവൻ കുറിയവനായിരുന്നു. Maybe he had a Napoleon complex, like Napoleon the general who was short but wanted to exercise his authority over everybody. നെപ്പോളിയനെ കുറിച്ച് നമുക്കറിയാമല്ലോ. നെപ്പോളിയൻ അധികം പൊക്കമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വലിയൊരാളാണെന്നുള്ള ഒരു ചിന്തയോടുകൂടെ ജനങ്ങളെ ഭരിക്കുന്നതിന് ആ നെപ്പോളിയൻ ശ്രമിച്ചിരുന്നു. So if you look at him, he has a good position, he is rich, അവനൊരു നല്ല സ്ഥാനവും അതുപോലെ തന്നെ അവൻ ധനികനുമായിരുന്നു. he has power, അവന് അധികാരമുണ്ടായിരുന്നു. but he is not happy. അവൻ എന്നാൽ സന്തോഷമില്ലായിരുന്നു. And like Saint Augustine writes in his Confessions, കൺഫെഷൻസ് എന്നുള്ള തന്റെ ലേഖന സമാഹാരത്തിൽ സെന്റ് അഗസ്റ്റിൻ പറയുന്നത് പോലെ, you have made us for yourself, O Lord, and our hearts are restless until they rest in you. കർത്താവേ, നിന്റെ തന്നെ ഉദ്ദേശങ്ങൾക്ക് ഞങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു, എന്നാൽ ഞങ്ങളുടെ ഹൃദയം നിന്നിലല്ലാതെ തൃപ്തി കണ്ടെത്തുകയില്ല എന്നുള്ള വചനം. Our hearts are restless. നമ്മുടെ ഹൃദയങ്ങൾ സമാധാനമില്ലാതിരിക്കുന്ന അവസ്ഥ. Restlessness is that desire to be filled, to be restored, to be fulfilled. അപ്രകാരമുള്ള സമാധാനമില്ലായ്മയെ നമുക്ക് സമാധാനത്തിനായിട്ടുള്ള യഥാസ്ഥാനത്വത്തിനായിട്ടുള്ള വാഞ്ചയായി മനസ്സിലാക്കുവാൻ സാധിക്കും. And the restoration begins when we encounter the living God and find our rest in him. ജീവനുള്ള ദൈവത്തെ അഭിമുഖീകരിക്കുന്നതാണ് അതിനുള്ള ആദ്യപടി എന്ന് പറയുന്നത്. So now we've seen a little bit about who Zacchaeus is. ആരാണ് സഖായി എന്നുള്ളത് നമ്മൾ കണ്ടു. Now let's move on to see what does Zacchaeus want? What does Zacchaeus seek? എന്താണ് സഖായി അന്വേഷിക്കുന്നത്, എന്താണ് സഖായിയുടെ ആവശ്യം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അല്പം ചിന്തിക്കാം. Turn to verse 3 and verse 4. 3-ാം വാക്യത്തിലേക്കും 4-ാം വാക്യത്തിലേക്കും നമ്മളുടെ ശ്രദ്ധ. And Luke says he wanted to see who Jesus was, but because he was short, he could not see over the crowd. So he ran ahead and climbed a sycamore fig tree to see him, since Jesus was coming that way. യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു. വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാര നിമിത്തം കഴിഞ്ഞില്ല. എന്നാറെ അവൻ മുൻപോട്ട് ഓടി അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിമേൽ കയറി. The text again informs us and gives us two quick informations. 2 പ്രധാനപ്പെട്ട ആശയങ്ങൾ ഈ വേദഭാഗം നമുക്ക് നൽകുന്നുണ്ട്. That there was a crowd, അവിടെ ഒരു ജനസഞ്ചയം ഉണ്ടായിരുന്നു. and Zacchaeus was short. സഖായി വളരെ കുറിയവനായിരുന്നു. The problem for Zacchaeus was not only that he was short, but he was hated by the people as he was a collaborator with Rome. റോമൻ സാമ്രാജ്യത്തിന് വേണ്ടി നിലകൊണ്ടതിനാൽ ജനങ്ങളാൽ വെറുക്കപ്പെട്ടവനായിരുന്നു. അതേ സമയത്ത് തന്നെ വളർച്ചയിൽ കുറിയവനായിരുന്നു. And because they were so angry with him, it would have been easy for them to put a knife into his stomach and put him down there. ആ സമയത്ത് ദേഷ്യപ്പെട്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ സഖായിയുടെ ജീവിതത്തിന്റെ അവസാനം എന്ന് നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കും. Zacchaeus is scared, but he is not to be deterred. അവിടെ സഖായി വളരെയധികം ഭയത്തോടു കൂടിയായിരുന്നു വർത്തിച്ചിരുന്നത്. എന്നാൽ അതിനെ അതിജീവിക്കുവാനുള്ള ശ്രമം ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. To fulfill his desires, he does 2 unusual acts. അതുകൊണ്ട് 2 പ്രത്യേകമായ കാര്യങ്ങൾ സഖായി അവിടെ ചെയ്യുന്നുണ്ട്. And the 2 things are that first thing is he runs. ഈ സഖായി ഓടുന്നതായിട്ട് ഇവിടെ സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. And second thing is he climbs a tree. അവന് ഈ കാട്ടത്തിന്മേൽ കയറുന്ന അനുഭവം. Now just imagine for a moment, ഒരു നിമിഷം ഒന്ന് ചിന്തിക്കൂ. if an elderly person,
മുതിർന്ന ഒരു വ്യക്തി wearing his dhoti and his kurta and his tundu, and then runs and climbs a tree. വസ്ത്രങ്ങളെല്ലാം ഉടുത്തുകൊണ്ട് തന്നെ മുതിർന്ന ഒരു വ്യക്തി Especially if the person is an elderly person, അത് വളരെ മുതിർന്ന ഒരു വ്യക്തിയാണെങ്കിൽ, because that would be public shame. അത് ഒരുപക്ഷെ പൊതുവായിട്ടുള്ള ഒരു നാണക്കേടിന് അർഹമായി തീർന്നു. Adults do not climb trees. അതുപോലെ തന്നെ മുതിർന്നവർ ഒരിക്കലും മരം കയറാറില്ല പൊതുവായിട്ട്. The tree is mentioned as a sycamore tree, a tree like an oak which was easy to climb and had a lot of evergreen leaves. ധാരാളം ഇലകളാൽ നിറഞ്ഞ എളുപ്പം കയറാവുന്ന ഒരു മരമായിട്ട് കാട്ടത്തി മരത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. And so he was thinking that I can hide within these leaves. എന്നാൽ ഈ ഇലകൾക്കിടയിൽ മറഞ്ഞിരിക്കാമെന്ന് സക്കായി ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാവും. Now, what was it that made this short man humble himself like a little child to climb a tree so that he might see above the crowds? മുതിർന്ന വ്യക്തിയായ സക്കായി എന്തുകൊണ്ടാണ് ഒരു ചെറിയ ശിശുവിനെ പോലെ ഇവിടെ പെരുമാറുന്നത്? What was it that got him so interested in this man named Jesus? യേശുവിലുള്ള പ്രത്യേക താല്പര്യം സക്കായിക്ക് എന്തുകൊണ്ട് ഉണ്ടായി? He probably may have thought, I will just get a glimpse of Jesus and he will go away and I will come back home. എങ്ങനെയെങ്കിലും യേശുവിനെ ഒരു നോക്ക് കണ്ടിട്ട് ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് മടങ്ങാമെന്ന് സക്കായി ചിന്തിച്ചിട്ടുണ്ടാവും. Or perhaps he had heard about blind Bartimaeus being healed earlier in that very day. ഒരുപക്ഷെ ബർത്തിമായിക്ക് ലഭിച്ച സൗഖ്യത്തെക്കുറിച്ചും സക്കായി കേട്ടിട്ടുണ്ടാവും. Probably Zacchaeus knew Bartimaeus. ഒരുപക്ഷെ സക്കായിക്ക് ബർത്തിമായെ അറിയാമായിരുന്നിരിക്കണം. But more than anything else, Zacchaeus must have heard that Jesus went around healing people, doing miracles. യേശുവിന്റെ അത്ഭുത പ്രവർത്തികളെ കുറിച്ച് ഒരുപക്ഷെ സക്കായി മനസ്സിലാക്കിയിട്ടുണ്ടാവും. Zacchaeus knew that he was a miserable man. അവനൊരു കഷ്ടത അനുഭവിക്കുന്ന മനുഷ്യനാണെന്ന് He മനസ്സിലാക്കിയിട്ടുണ്ട്. had everything, but still he was seeking. എല്ലാം തികഞ്ഞ ഒരു വ്യക്തിയായിരുന്നു, എന്നാൽ ചിലതൊക്കെ അന്വേഷിക്കുന്ന ഒരു അനുഭവം സക്കായുടെ ജീവിതത്തിൽ And so probably he started thinking, what could this Jesus do for me? ഈ യേശു എനിക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്ന് ഒരുപക്ഷെ സക്കായി ചിന്തിച്ചു കാണും. Maybe he began to think that Jesus would give him the peace that he was looking for. അവൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന സമാധാനം യേശു നൽകുമെന്ന് അവൻ കരുതുന്നുണ്ടാവും. He must have been thinking, surely this man who has done so much for others can do something for me. I've got to see him for myself. മറ്റുള്ളവർക്ക് വേണ്ടി ധാരാളം കാര്യങ്ങൾ ചെയ്തിട്ടുള്ള യേശു എന്ന ഈ വ്യക്തി എൻ്റെ ജീവിതത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമെന്ന് സക്കായി ചിന്തിച്ചിട്ടുണ്ടാവും. Zacchaeus is a vivid picture of those who do not know the Lord Jesus. യേശു കർത്താവിനെ അറിയാത്തവരുടെ പ്രതിനിധിയായിട്ട് നമുക്ക് സക്കായിയെ മനസ്സിലാക്കുവാൻ സാധിക്കും. Outwardly they appear to have everything under control. പുറമേ നോക്കുമ്പോൾ എല്ലാം ഉണ്ട്, എല്ലാം തങ്ങളുടെ അധീനതയിലാണ് എന്നുള്ള ചിന്ത അവരെ. They have power, they have possessions, they have the money. അവർക്ക് അധികാരമുണ്ട്, അവർക്ക് ധനമുണ്ട്, അതുപോലെ തന്നെ സകലവിധ സമ്പത്തുമുണ്ട്. But inside there is a deep emptiness. അത് എന്നാൽ അകമേയുള്ള ഒരു ശൂന്യത അവർ അനുഭവിച്ചു. There is a longing within, there is a hunger. ഒരു ദാഹം, ഒരു വിശപ്പ് ഒക്കെ അവരുടെ ഉള്ളിൽ നിന്ന് ഉയരുന്നുണ്ടാവും. A hunger that cannot be satisfied by sin or possessions or lifestyle. ലോകത്തിന്റെ ഒരു ശക്തിക്കും നികത്തുവാൻ കഴിയാത്ത ഒരു ശൂന്യത അവരുടെ ഉള്ളിൽ അവർക്ക് ഉണ്ടാവുമായിരിക്കും. They sense that something is missing. എന്തോ ഒരു കുറവ് അവർക്ക് തോന്നുന്നുണ്ടാവും. But they do not know what it is or where to find it. ആ കുറവ് എന്തെന്നുള്ള ബോധ്യം ഇല്ലാതെയും അവർ പെരുമാറും. Maybe some of you are like that this evening sitting here. ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ ചിലരെങ്കിലും ആ അവസ്ഥയിലാകുന്നുവോ ഇരിക്കുന്നത്? You have the power, you have the position, you have the money, you have many houses, you have many cars, but you're not satisfied within. ലോകപ്രകാരമുള്ള സകല അനുഗ്രഹങ്ങളും ഒരുപക്ഷെ നിങ്ങൾക്കുണ്ടാകും, എന്നാൽ അകമേയുള്ള ഒരു ശൂന്യത നിങ്ങൾക്ക് ഉണ്ടോ? You may be like Zacchaeus, troubled in your mind because of some of the wrong things that you've done in your lives. ഒരു കുറ്റബോധം, ഒരു പാപബോധം നിങ്ങളെ ഭരിക്കുന്നുണ്ടോ? But we know that the Spirit of God confronts the lost sinner with the claims and the demands of the gospel. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ അഭിമുഖീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു. And maybe this evening the Spirit of God is talking to you, come to Jesus and he will restore you. യേശുവിങ്കിലേക്ക് മടങ്ങി വരിക എന്നും യഥാസ്ഥാനപ്പെടുക എന്നും ഒരുപക്ഷെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നുവോ? If you've never surrendered your life to Jesus, today is the day. Commit your lives to Christ. ഇതുവരെയും കർത്താവായ യേശുക്രിസ്തുവിന് നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ചിട്ടില്ലെങ്കിൽ ഇന്നാണ് ആ സുപ്രസാദ കാലം. This was the situation of Zacchaeus. അതായിരുന്നു സക്കായിയുടെ അനുഭവം. Let's move on in the story. ഈ കഥയിൽ നമുക്ക് മുന്നോട്ട് പോകാം.
And now we see Jesus calls Zacchaeus by name in verse 5. When Jesus reached the spot, he looked up and said to him, Zacchaeus, come down. അവൻ ആ സ്ഥലത്ത് എത്തിയപ്പോൾ മേലോട്ട് നോക്കി, സഖായിയെ വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. When Jesus spoke, he called Zacchaeus by name, meaning righteous, clean or innocent. നിഷ്കളങ്കൻ അല്ലെങ്കിൽ നേരുള്ളവൻ എന്നൊക്കെ അർത്ഥം വരുന്ന ആ പേര് തന്നെ ചൊല്ലിക്കൊണ്ട് സഖായിയെ വിളിക്കുന്നത് അതിശയകരമായി നമുക്ക് തോന്നാം. Many people would not have called Zacchaeus by his name. ഒരുപക്ഷെ മറ്റാരും ഒരു ജനവും ഇപ്രകാരം സഖായിയെ അഭിമുഖിച്ചിട്ടുണ്ടാവില്ല. Maybe there were many nicknames for him. ഒരുപക്ഷെ അപമാനിക്കുന്നതിന് വേണ്ടി മറ്റു പേരുകൾ വിളിച്ചിട്ടുണ്ടാവും. Somebody may have said him Kulla, shorty. പൊക്കം കുറഞ്ഞവനെ എന്ന് അഭിസംബോധന ചെയ്തിട്ടുണ്ടാവും. Somebody would have said traitor. ചതിയൻ എന്ന് വിളിച്ചിട്ടുണ്ടാവാം. Somebody would have named him 420 420 IPC for cheating. 420 IPC എന്നുള്ള തരത്തിൽ വിളിച്ചിട്ടുണ്ടാവും. But that is not how Jesus saw him. എന്നാൽ യേശു സഖായിയെ അപ്രകാരമല്ല കണ്ടത്. He called him Zacchaeus. സഖായിയെ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. He called him by his name. അവന്റെ പേര് തന്നെ ചൊല്ലി വിളിക്കുകയാണ്. Jesus saw him not as he was, but as to what he would become through the power of God. എന്ത് ആകണമോ ആ അർത്ഥത്തിലാണ് യേശു അവനെ കാണുന്നെന്നുള്ളത് ആശ്ചര്യജനകമാണ്. Zacchaeus thought that Jesus would pass by and he would get back to him. He never expected the Lord to stop and talk to him. യേശുവിനോട് കൂടിയുള്ള ഒരു അഭിമുഖീകരണം ഒരിക്കലും സഖായി ആഗ്രഹിച്ചതുമില്ല, കരുതിയിരുന്നതുമില്ല. Just imagine Zacchaeus may have just fallen off the tree. Suddenly somebody saying, Zacchaeus, come down. ഒരുപക്ഷെ ആ മരത്തിൽ നിന്ന് വീണിരുന്നെങ്കിൽ അതുപോലെയുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. Jesus called him by name. അവിടെ മരത്തിന്മേൽ ഇരിക്കുന്ന സഖായിയോട് യേശു പേർ ചൊല്ലി വിളിക്കുകയാണ്. And Jesus tells him to hurry up and come down immediately. പെട്ടെന്ന് തന്നെ ഇറങ്ങി വാ എന്ന് അവിടെ യേശു പറയുകയാണ്. I must stay in your house today. ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറയും. Jesus crosses social boundaries and takes the initiative of grace. സാമൂഹികമായിട്ടുള്ള അതിർവരമ്പുകളെ അതിജീവിക്കുന്ന യേശുവിനെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. Zacchaeus does not hesitate. എന്നാൽ സഖായി അവിടെ ഒട്ടും തന്നെ മടിക്കാതെ ഇറങ്ങി വരുന്നു. He comes down and he welcomes Jesus with joy. വളരെയധികം സന്തോഷത്തോടുകൂടെ യേശുവിനെ കൈക്കൊള്ളുന്ന സഖായിയെ കാണുവാൻ സാധിക്കും. This moment reveals that salvation begins not with human effort but with Christ's purposeful seeking and gracious presence. അർത്ഥപൂർണമായ യേശുവിന്റെ അന്വേഷണത്തോടു കൂടിയാണ് ഒരു രക്ഷയുടെ ആരംഭം എന്നുള്ളത് നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാൻ ഇടയായിത്തീരും. When Jesus enters a home, hearts are changed. അവന്റെ വീട്ടിലേക്ക് കയറുമ്പോൾ അവിടെ ഹൃദയങ്ങളുടെ മാറ്റം കാണുവാൻ ഇടയായിത്തീരും. Lives are reordered. ജീവിതങ്ങൾ അവിടെ യഥാസ്ഥാനപ്പെടുന്നതും അവിടെ പൂർണ്ണതയിലേക്കുള്ള ഒരു യഥാസ്ഥാനത്വം കാണുവാൻ ഇടയായിത്തീരും. And so this evening again I want to remind you that Jesus is calling each one of you by name. നിങ്ങളെ ഓരോരുത്തരെയും യേശു പേർ ചൊല്ലി വിളിക്കുന്നു എന്നുള്ള സത്യം ഈ സന്ധ്യയിൽ നിങ്ങളോട് ഒരിക്കൽ കൂടി ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Jesus knew the name of Zacchaeus even when he was up on the tree trying to hide himself. തന്നെത്താൻ മറയ്ക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇലകൾക്കിടയിൽ മറഞ്ഞിരുന്ന സഖായിയെ പേര് തന്നെ ചൊല്ലി വിളിച്ച് യേശു വിളിക്കുന്നു. Maybe some of you are sitting here in the last row trying to hide yourself from everybody, so thinking that Jesus will not bother about me. ജനങ്ങളുടെ ഇടയിൽ ഏറ്റവും അവസാനത്തെ നിരയിൽ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അപ്രകാരം ഇരിക്കുകയാണെങ്കിൽ കൂടിയും യേശു നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്നു. But Jesus calls you by name. യേശു കർത്താവ് നിങ്ങളെ പേർ ചൊല്ലി വിളിക്കുന്നു. He knows you. He is coming to you. അവൻ നിങ്ങളുടെ സമീപത്തേക്ക് കടന്നു വരികയാണ്. And we see another example in the life of Samuel. ശമൂവേലിന്റെ ജീവിതത്തിലും അപ്രകാരമുള്ള ഒരു ഉദാഹരണം കാണുവാൻ ഇടയായിത്തീരും. When Samuel was in the temple and then we see the Lord called Samuel, Samuel, he answered, here am I, and he ran to Eli. ദേവാലയത്തിലായിരുന്ന സമയത്ത് ശമൂവേലിനെയും ഇതുപോലെ പേർ ചൊല്ലി വിളിക്കുന്ന അനുഭവം കാണുവാൻ ഇടയായിത്തീരും. The second time again he runs to Eli. വീണ്ടും ഏലി പുരോഹിതന്റെ അടുക്കിലേക്ക് കടന്നു പോകുന്ന ശമൂവേലിനെ നമുക്ക് മനസ്സിലാക്കാം. Now Samuel did not yet know the Lord. അതുവരെയും ശമൂവേൽ വേണ്ട തരത്തിൽ ദൈവത്തെ മനസ്സിലാക്കിയിരുന്നില്ല. A third time again he is called by name, Samuel, Samuel. ശമൂവേലേ ശമൂവേലേ എന്നുള്ള ആ വിളി മൂന്നാമതും ആവർത്തിക്കുകയാണ്. Then Eli figured out that it was the Lord who was calling him. യഹോവയാണ് വിളിക്കുന്നത് എന്നുള്ളത് ഏലി പുരോഹിതൻ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും അത് വിവരിക്കുകയും ചെയ്തു. And he told Samuel, ശമൂവേലിനോട് പറയുന്നു,
When he calls you, say, "Speak, Lord, for your servant is listening." അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് ഉത്തരം പറയണമെന്ന് അവിടെ ശമൂവേലിന് നിർദ്ദേശം നൽകും. And Samuel was called again, "Samuel, Samuel," and he said, "Speak, for your servant is listening." അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്നുള്ള ഉത്തരം ശമൂവേൽ പറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാം. And this evening again, if God is calling you by name, you have to respond by saying, "Speak, Lord, for your servant is listening." അപ്രകാരമുള്ളൊരു വിളി ഇന്ന് നിങ്ങൾ കേൾക്കുന്നുവെങ്കിൽ അത് ആ വിളിയോട് പ്രതികരിപ്പാൻ നമുക്ക് ബാധ്യതയുണ്ട്. Restoration comes into our lives when we too, like Samuel, respond to our call. നമുക്ക് ലഭിക്കുന്ന വിളിയോട് പ്രതികരിപ്പാനുള്ള ബാധ്യത നമുക്കുണ്ട്. How does Zacchaeus respond to that call? എങ്ങനെയാണ് സഖായി ഈ വിളിയോട് പ്രതികരിക്കുന്നത്? He came down at once and welcomed him gladly. ഉടനെ തന്നെ മരത്തിൽ നിന്ന് ഇറങ്ങി യേശുവിന്റെ അടുക്കലേക്ക് വരികയും യേശുവിനെ തന്റെ ഭവനത്തിലേക്ക് കൈക്കൊള്ളുകയും ചെയ്യുന്നു. Jesus told Zacchaeus to come down immediately and that he wants to stay in his house. ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്നുള്ള ആ വലിയ വാർത്ത യേശു സഖായിയോട് പറയും. This must have been shocking for all the people. ഒരുപക്ഷേ ഈ ഒരു വലിയ സംഭാഷണം ജനത്തെ ഭ്രമം പിടിപ്പിച്ചിട്ടുണ്ടാവും. That Jesus has decided to go to the house of a sinner, a tax collector who extorts everybody, who has made money illegally. നിയമപ്രകാരമല്ലാതെ ധനം സമ്പാദിക്കുന്ന പാപിയായിട്ടുള്ളൊരു മനുഷ്യനോടുകൂടെ പാർക്കുവാൻ പോകുന്ന കർത്താവിന്റെ പ്രവൃത്തിയെ ജനം വിമർശനാത്മകമായി സമീപിച്ചിട്ടുണ്ടാവും. And they were grumblers, grumbling around. Why is he going there? എന്തുകൊണ്ട് ഇങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞ് പെറുപെറുത്ത ജനത്തെ അവിടെ ഒരുപക്ഷെ ജനം അവിടെ ഉണ്ടായിരുന്നിരിക്കണം. Zacchaeus does not waste any time. എന്നാൽ സഖായി ഇതൊന്നും മനസ്സിൽ കരുതാതെ ഒട്ടും തന്നെ സമയം കളയാതെ യേശുവിനെ സ്വീകരിക്കും. We see that there is a transformation beginning in Zacchaeus' life as soon as he was called by his name. അവന്റെ പേർ ചൊല്ലി അവനെ വിളിച്ചപ്പോൾ അവന്റെ ഉള്ളിൽ ഒരു രൂപാന്തരം സംഭവിക്കുന്നത്, പൊടുന്നനവേ സംഭവിക്കുന്നത് ഇവിടെ നമുക്ക് കാണുവാൻ ഇടയായി. Zacchaeus obeyed immediately and came down. എത്രയും പെട്ടെന്ന് തന്നെ യേശുവിന്റെ ആ വിളിയോട് പ്രതികരിക്കുകയും ആ വിളിയെ അനുസരിക്കുകയും ചെയ്യുന്ന സഖായി, He did not delay God's call. When God told him, "Come down, I want to come to your house," he did not delay that. He didn't say, "Lord, you carry on to Jerusalem, I will come with you some other time." ഇപ്രകാരമുള്ള ഒരു വിളി ലഭിച്ചപ്പോൾ ഒട്ടും തന്നെ താമസിക്കാതെ ആ വിളിയോട് പ്രതികരിക്കുന്ന സഖായിയുടെ പ്രവർത്തനം. And many a time when we know that Jesus is calling us to follow him, we don't follow. നമ്മെ ഇപ്രകാരം വിളിക്കുമ്പോൾ ഒരുപക്ഷെ പലപ്പോഴും നമ്മൾ ആ വിളിയോട് ക്രിയാത്മകമായി We try to delay his call. അത് താമസിപ്പിക്കുവാനുള്ള ഒരു പ്രവണത നമ്മളിലുണ്ട്, Especially young people. പ്രത്യേകിച്ച് യുവജനങ്ങളിൽ. I was one of them. ഞാൻ അപ്രകാരമുള്ള ഒരു മനുഷ്യനായിരുന്നു. I tried running away from my call. എന്റെ വിളിയിൽ നിന്ന് എനിക്ക് ലഭിച്ച ദൈവവിളിയിൽ നിന്ന് ഞാൻ ഓടി അകന്നുകൊണ്ടേയിരുന്നു. I grew up in a Christian family. ഞാൻ ഒരു ക്രിസ്തീയ ഭവനത്തിൽ വളർത്തപ്പെട്ടവനാണ്. My father was a very strong believer and he was the chief judge of the city civil court. സിറ്റി സിവിൽ കോർട്ടിലെ ചീഫ് ജഡ്ജായിട്ട് എന്റെ പിതാവ് പ്രവർത്തിച്ചിരുന്നു. And one weekend I was in the hostel. I had come to my parents' place. ഒരിക്കൽ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് എന്റെ മാതാപിതാക്കളെ സന്ദർശിക്കുവാൻ വന്നപ്പോൾ And I vividly saw a vision of Jesus and Moses. യേശുവിനെ കുറിച്ചും മോശയെ കുറിച്ചുമുള്ള ഒരു ദർശനം എനിക്ക് അപ്രകാരം ലഭിച്ചു. I can remember that even till today. ഇന്നും ഞാനത് നന്നായി ഓർക്കുന്നു. And Jesus was with a white and a blue sash, and Moses was in his brown gown, bearded. നീലയും വെള്ളയും വസ്ത്രവുമായിരുന്നു യേശുവിനുണ്ടായിരുന്നത്. അതുപോലെ തന്നെ കാപ്പിപ്പൊടി നിറമായിരുന്നു മോശയ്ക്കുണ്ടായിരുന്ന വസ്ത്രത്തിന്റെ നിറം. And there was a young man kneeling in front of him. അവരുടെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുന്ന ഒരു യൗവനക്കാരൻ. And Jesus put a band around his head. അവന്റെ തലയ്ക്ക് ചുറ്റുമായി ഒരു വലയം അവൻ തീർത്തു. And the next moment I woke up with that band on my head. ആ ഒരു വലിയ ഭാരത്തോടെ ഞാൻ എഴുന്നേറ്റു. So I was shaken up, and in the morning I spoke to my dad. ഈ ഒരു ദർശനം എന്നെ വല്ലാതെ ഉലച്ചു. പിറ്റേ ദിവസം രാവിലെ ഞാൻ എന്റെ പിതാവുമായി ഈ ദർശനത്തെ കുറിച്ച് സംസാരിച്ചു. And my father, being a very spiritual man and a wise man, വളരെ പക്വതയുള്ള ഒരു മനുഷ്യനും അതുപോലെ തന്നെ ഒരു ബുദ്ധിയുള്ള മനുഷ്യനുമായിരുന്നതിനുകൊണ്ട് he said, "Maybe God is calling you for full-time ministry." മുഴുവൻ സമയ സുവിശേഷ പ്രവർത്തനത്തിനായി ഒരുപക്ഷെ ദൈവം നിന്നെ വിളിക്കുന്നതായിരിക്കും എന്ന് എന്നോട് പറഞ്ഞു. And I told him at that time, full-time ministry is for people who can't make it in life.
Ask my brother to go, he's just failed in his maths exam. കണക്കിൽ തോറ്റ സഹോദരനോട് പോയി അത് പറഞ്ഞാൽ മതിയാകും, എനിക്കതിന് ഇപ്പോൾ സമയമില്ല എന്ന് ഞാൻ പറഞ്ഞു. I was running away from that call. I said, I will never be a priest. എനിക്കൊരിക്കലും ഒരു പുരോഹിതനാകുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു. Because in my mind I always thought that pastors in their whites were the worst hypocrites and I didn't want to be one of them. ഇത്രയും വിശ്വാസമില്ലാത്ത ഒരു പറ്റം എന്നുള്ള ഒരു ധാരണയായിരുന്നു അന്ന് വരെയും എനിക്കുണ്ടായത്. But now I'm one of them. എന്നാൽ ഇന്ന് ഞാൻ അപ്രകാരമുള്ള ഒരു വ്യക്തിയാണ്. But God called. എന്നാൽ ദൈവം എന്നെ I tried running away, it didn't work. ഞാൻ ഓടി അകലുവാൻ ശ്രമിച്ചു, എന്നാൽ അത് സാധ്യമായില്ല. And this evening maybe God is calling some of you for full-time ministry. ഒരുപക്ഷെ ഇന്ന് ഈ സന്ധ്യയെങ്കിൽ ആരെയെങ്കിലും ഒക്കെ മുഴുവൻ സമയ Especially the young people, men and women, the youngsters. പുരുഷന്മാരെയും സ്ത്രീകളെയും യൗവനക്കാരെയും ഒക്കെ ദൈവം വിളിക്കുന്നുണ്ട്. Maybe God is calling you, God is laying it on your hearts to surrender yourself for ministry. ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുവാനുള്ള ഒരു ചിന്ത ഒരുപക്ഷെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ തോന്നുന്നുണ്ടാവും. Zacchaeus obeyed. സക്കായി അവിടെ അനുസരണം പ്രകടിപ്പിച്ചു. Because God has a plan and a purpose for each one of our lives. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെക്കുറിച്ച് ഒരു പദ്ധതിയും അതിന്റെ പൂർത്തീകരണവും കർത്താവിന്റെ പക്കലുണ്ട്. And the primary purpose, of course, is to reside within us and restore our broken relationship with God. നമ്മുടെ ഉള്ളിൽ വസിക്കുകയും ദൈവവുമായി നഷ്ടപ്പെട്ടു പോയ ആ ബന്ധത്തെ പുനഃസ്ഥാപിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനപരമായ ചിന്ത. As we celebrate this year as the year of restoration, let us restore our relationship with God. അതുകൊണ്ട് യഥാസ്ഥാനത്വത്തിന്റെ വർഷം നാം ആചരിക്കുമ്പോൾ കർത്താവുമായിട്ടുള്ള ബന്ധം യഥാസ്ഥാനപ്പെടുത്തുവാൻ നമുക്ക് ശ്രമിക്കാം. But the text also says that Zacchaeus received him. സക്കായി യേശുവിനെ കൈക്കൊണ്ടു എന്ന് നാം അവിടെ വായിക്കും. In the original Greek, it means to receive hospitably, to receive, to welcome, to entertain as a guest. മൂലഭാഷയിൽ ആതിഥേയത്വം നൽകുക, സ്വീകരിക്കുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. It indicates that he received Jesus gladly with joy. വളരെയധികം സന്തോഷത്തോടുകൂടെ യേശുവിനെ സ്വീകരിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. Joy is one of the indicators when Christ comes into our life. ആത്മീയമായിട്ടുള്ള സന്തോഷമാണ് കർത്താവ് നമ്മുടെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളതിന്റെ പുറമേയുള്ള അടയാളം. The idea here is that Zacchaeus not only received Jesus as a guest in his house of stone, but he received Jesus in his heart as well. അവന്റെ ഭവനത്തിലേക്ക് മാത്രമല്ല യേശുവിനെ കൈക്കൊണ്ടത്, മറിച്ച് അതിനേക്കാൾ ഉപരിയായി അവന്റെ ഹൃദയത്തിലേക്കും യേശുവിനെ സ്വീകരിക്കുവാൻ സക്കായിക്കിടയായി തീർന്നു. He had heard the claims, he had heard the call, and now he makes the commitment as he receives Jesus joyfully. യേശുവിനെ കുറിച്ചുള്ള വാർത്തകൾ കേട്ടിരുന്നു, യേശുവിന്റെ വിളി അവൻ കേട്ടു. ഇപ്പോൾ ഇതാ യേശുവിന്റെ മുമ്പിൽ തന്നെത്താൻ സമർപ്പിക്കുവാനും സക്കായി ഒരുങ്ങുകയാണ്. Maybe this evening you've heard the claims of Jesus. ഒരുപക്ഷേ ഈ നാളുകളിൽ യേശുവിന്റെ പ്രവർത്തികളെ കുറിച്ച് നിങ്ങൾ You have heard his call. അവന്റെ വിളിയെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. And now it is time for you to make the എന്നാൽ commitment. ഇപ്പോൾ നമ്മളെ തന്നെ സമർപ്പിക്കുവാനുള്ള സമയമാണ്. A lost person hears the message of the gospel. നഷ്ടപ്പെട്ടു പോയ ഒരു മനുഷ്യൻ കർത്താവിന്റെ സുവിശേഷത്തിൽ They feel the call of the Holy Spirit. അവിടെ പരിശുദ്ധാത്മാവിന്റെ നിറവ് അനുഭവിക്കുന്നു. And we receive Jesus by faith. വിശ്വാസത്താൽ യേശുവിനെ സ്വീകരിക്കുന്നു. To be saved, a person must be willing to come down from wherever they are in life and fully commit themselves to Jesus. ജീവിതത്തിന്റെ ഔന്നത്യങ്ങളിൽ ഇരിക്കുന്നു എന്ന് കരുതുന്നു എങ്കിലും അവിടെ നിന്ന് എളിമയോടെ താഴേക്ക് കടന്നു വരുവാനായിട്ട് യേശുവിന്റെ വിളി സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇടയായി തീരണം. The Bible is clear that we receive salvation by faith alone, through Christ alone, through grace alone. കൃപയാലും വചനത്താലും ക്രിസ്തുവിനാലും രക്ഷ സ്വീകാര്യമായിരിക്കുന്നു എന്ന് വചനം നമ്മളെ ഓർപ്പിക്കുന്നു. If anyone is in Christ, the new creation has come. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകും. In verse 7 we see what the people around were saying. All the people saw this and began to mutter, he has gone to be the guest of a sinner. പാപിയായ ഒരു മനുഷ്യനോടുകൂടെ പാർപ്പാൻ പോയി എന്ന് പറഞ്ഞുകൊണ്ട് പിറുപിറുക്കുന്ന ജനത്തെ അതിന് ചുറ്റുമായി നമുക്ക് കാണുവാൻ And സാധിക്കും. in their mind they're saying, how could a righteous rabbi mingle with this horrible man? എപ്രകാരമാണ് സത്യസന്ധനായിട്ടുള്ള ഒരു റബായി അല്ലെങ്കിൽ ഒരു ഗുരു ഇപ്രകാരമുള്ള പാപിയായ ഒരു Can he മനുഷ്യനോട് not see that he is a sinful man? അവനൊരു പാപിയായ മനുഷ്യനല്ലേ? But we know that Jesus came for the lost. എന്നാൽ നഷ്ടപ്പെട്ടതിന് തേടിയാകുന്നു കർത്താവ് വന്നത് എന്നുള്ളത് വചനം നമ്മളെ ഓർപ്പിക്കുന്നു. And then we come to the last few verses. The restoration of Zacchaeus. അവിടെ സക്കായിയുടെ യഥാസ്ഥാനത്വത്തെ കുറിച്ച് അവസാന വാക്യങ്ങളിൽ സൂചനയുണ്ട്. Zacchaeus stood up and said to the Lord, look Lord, here and now I give half of my possessions to the poor,
And if I've cheated anybody out of anything, I will pay back 4 times the amount. സക്കായോ നിന്ന് കർത്താവിനോട്, കർത്താവ് എന്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്, വലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. Restoration has begun. ആ യഥാസ്ഥാനത്വം അവിടെ ആരംഭിക്കുകയാണ്. He has been restored to God. Now he is restoring himself to the community which he has robbed. അവൻ ദൈവത്തോട് കൂടെയുള്ള ബന്ധത്തിൽ യഥാസ്ഥാനപ്പെടുന്നു, അതുപോലെ തന്നെ സാമൂഹ്യ ബന്ധത്തിലും യഥാസ്ഥാനപ്പെടുന്നു. And what does Jesus say? എന്താണ് അവിടെ കർത്താവ് പറയുന്നത്? Today salvation has come to this house because this man too is a son of Abraham. ഇന്ന് ഈ വീടിന് രക്ഷ വന്നു, കാണാതെ പോയതിനെ തിരിഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. Today salvation has come. ഇന്ന് രക്ഷ വന്നിരിക്കും. Today is the day of salvation for you. ഇന്നാണ് നിങ്ങൾക്ക് രക്ഷയുടെ ദിവസം. And he says he is a son or a daughter of Abraham, and Abraham believed by faith. വിശ്വാസത്താൽ ദൈവത്തെ കൈക്കൊണ്ട അബ്രഹാമിന്റെ അനുഭവത്തിലേക്ക് നമ്മളെ ഓരോരുത്തരെയും ഇത് ക്ഷണിക്കും. You and I become part of the family of Abraham when we receive Christ through faith. യേശുവിനെ വിശ്വാസത്താൽ നാം സ്വീകരിക്കുമ്പോൾ അബ്രഹാമിന്റെ കുടുംബത്തിലെ അംഗമാകുവാനുള്ള അവസരം ദൈവം നമുക്ക് ഒരുക്കും. And here again we see, just like Jesus said on the cross, today you will be in paradise with me. Today salvation has come. ഇന്ന് എന്നോടുകൂടെ പരദീസയിൽ നീ ഇരിക്കുമെന്ന് പറയുന്നത് പോലെ തന്നെ ഇന്ന് രക്ഷ വന്നിരിക്കും. For the Son of Man came to seek and to save the lost. കാണാതെ പോയതിനെ തിരിഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. That is the purpose of God. അതാണ് ദൈവത്തിന്റെ ഉദ്ദേശം. If that is God's heart, that must be the heart of the church. അത് തന്നെയാണ് ദൈവത്തിന്റെ ഹൃദയമെങ്കിൽ അത് തന്നെ ആയിരിക്കണം സഭയുടെയും We ഹൃദയം. are called to seek and to save the lost. അതുകൊണ്ട് കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാൻ സഭയ്ക്ക് ഉത്തരവാദിത്തമുണ്ട്. It doesn't take long for the new Zacchaeus to appear. It doesn't take long for the new Zacchaeus to appear. പുതിയ സക്കായിയുടെ പുതിയ മനോഭാവത്തെ കാണുവാൻ താമസമില്ല. He stands and makes a bold promise to give away half of his fortune and restore 4-fold anyone he has cheated. ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ അനീതിയായി വാങ്ങിയിട്ടുള്ളതിനെയൊക്കെ മടക്കി കൊടുക്കുവാൻ സക്കായി അവിടെ തയ്യാറാകും. So what is Zacchaeus actually doing here? ഇവിടെ എന്താണ് സക്കായി ചെയ്യുന്നത്? He is publicly renouncing the old life of sin, lying, cheating and extortion. പാപത്തിന്റെ പഴയ വഴികളെ ഇവിടെ എന്നേക്കുമായിട്ട് സക്കായി ഉപേക്ഷിക്കുന്നു. And he's embracing this new life of faith and holy living. ആ പുതിയ വഴിയെ സ്വന്തം ഹൃദയത്തിൽ സ്വീകരിക്കുന്ന അനുഭവം. Zacchaeus is merely displaying the kind of change that Jesus makes in all those he saves by grace. കർത്താവിന്റെ കൃപയാൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നപ്പോൾ തന്റെ ജീവിതത്തിൽ പ്രത്യക്ഷമായി അതിനെ താൻ കാണിച്ചു കൊടുക്കും. And that is really the sign of meeting with Jesus. അതാണ് യേശുവുമായിട്ട് അഭിമുഖീകരണം നടക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത്. When we encounter Jesus, our lives are radically transformed. വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു മാറ്റം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ യേശുവുമായിട്ടുള്ള അഭിമുഖീകരണത്തിൽ സംഭവിക്കും. Yesterday we celebrated the feast of Saint Paul. ഇന്നലെ വിശുദ്ധ പൗലോസിന്റെ നാൾ ആചരിച്ചുവല്ലോ. And Paul was like that. He was persecuting the Christians. ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നവരെ പീഡിപ്പിക്കുക എന്നുള്ളതായിരുന്നു പൗലോസിന്റെ ആദ്യകാലങ്ങളിലുള്ള നടപടി. He was putting them in jail. He was getting them killed. അവരെ ബന്ധനസ്ഥരാക്കുകയും അവരെ കൊല്ലുകയും ചെയ്യുന്നതിൽ പൗലോസ് സന്തോഷം He കണ്ടെത്തി. was a witness when Stephen was stoned. സ്തെഫാനോസിനെ കൊല്ലുമ്പോൾ ഒരു സാക്ഷിയായിട്ട് താൻ അവിടെ കണ്ടിരുന്നു. But we know when he met with Jesus, when he had the encounter on the road to Damascus, ദമാസ്കസിലേക്കുള്ള വഴിയിൽ യേശുവുമായിട്ടുള്ള അഭിമുഖീകരണം സംഭവിക്കുമ്പോൾ his life was transformed. അവന്റെ ജീവിതം എന്നേക്കുമായിട്ടൊരു രൂപാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് He പ്രവേശിച്ചു. became an apostle to the Gentiles. അതുകൊണ്ട് ജാതികൾക്ക് അപ്പോസ്തലനായിട്ട് അവിടെ പൗലോസ് രൂപാന്തരപ്പെട്ടു. And he almost gave half of the New Testament to us. അതുകൊണ്ട് പുതിയ നിയമത്തിന്റെ പകുതിയോളം നമുക്ക് സംഭാവന ചെയ്യുവാൻ Just think for a moment. ഒരു നിമിഷം ചിന്തിക്കുക. There are many people who persecute us all around, even in our own country. നമ്മുടെ തന്നെ രാജ്യത്ത് ഒരുപക്ഷെ നമ്മളെ പീഡിപ്പിക്കുന്ന Full of zeal to persecute Christians. എങ്ങനെയെങ്കിലും ക്രിസ്തീയ വിശ്വാസത്തെ ഒടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. But imagine if they encounter Jesus and that zeal is turned into a missionary zeal. എന്നാൽ അവർ യേശുവിനെ കാണുകയും അവരിൽ ഒരു രൂപാന്തരം സംഭവിക്കുകയും ചെയ്യുമ്പോൾ They will be changed. അവരെന്നേക്കുമായിട്ടൊരു മാറ്റത്തിന് വിധേയപ്പെടും. Jesus affirms that Zacchaeus is a saved man. ഇവിടെ രക്ഷിക്കപ്പെട്ട ഒരു മനുഷ്യനെന്ന് യേശു പറയും. He has received salvation by faith. വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കും. He is part of the family of faith with Abraham as his father.
വിശ്വാസ ഭവനത്തിന്റെ പങ്കാളിയായിട്ട് അവിടെ സക്കായി രൂപാന്തരപ്പെട്ടു. This is the greatest assurance an individual can get. ഇതാണ് നമുക്ക് ലഭിക്കുന്ന വലിയ ഉറപ്പ്. Salvation always brings with it the assurance that it is real. അത് രക്ഷ എന്നുള്ളത് സത്യമായ ഒരു അവസ്ഥയാണ് എന്ന് ഇത് നമ്മളെ ഓർപ്പിക്കും. There is an inner witness of the Holy Spirit. അകമേ നമുക്ക് രക്ഷയുടെ ഒരു വലിയ സാക്ഷ്യം പരിശുദ്ധാത്മാവിനാൽ പ്രാപിപ്പാൻ സാധിക്കും. And there is an outward witness of a life that is transformed. ഒരു മാറ്റപ്പെട്ട ജീവിതം പുറമേ നമുക്ക് സാക്ഷ്യമായി പ്രകടിപ്പിക്കുവാനും ഇടയായിത്തീരും. So let's conclude. നമുക്ക് അവസാന ഭാഗത്തേക്ക് പോകാം. Jesus restores Zacchaeus as a member of God's family of faith. വിശ്വാസത്തിന്റെ ഭവനത്തിന്റെ അംഗമായിട്ട് സക്കായി അവിടെ രൂപാന്തരപ്പെടുത്തും. A man who was considered as an oppressor of the people is also loved by God as much as he loves those who are oppressed. കഠിനതകൾ അനുഭവിക്കുന്ന ജനത്തെ വീണ്ടും മാറ്റിയെടുക്കുന്ന ഒരു ദൈവസ്നേഹത്തെ കാണുവാൻ ഇടയായിത്തീരും. I want you to listen to that carefully. അതിനോട് ശ്രദ്ധയോടെ കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. God loves the oppressor and the oppressed. പീഡിപ്പിക്കുന്നവനെയും പീഡിപ്പിക്കപ്പെടുന്നവനെയും ഒരുപോലെ സ്നേഹിക്കുന്ന ദൈവം. Sometimes we try to wash off the oppressors. We think they are damned, they have to go to hell. പീഡിപ്പിക്കുന്നവൻ എന്നേക്കുമായിട്ട് നശിച്ചു പോകേണ്ടതിനാണ് എന്ന് നാം പലപ്പോഴും കരുതാറുണ്ട്. But here we see Jesus loving even the oppressor. അങ്ങനെയുള്ളവരെയും സ്നേഹിക്കുന്ന ഒരു ദൈവസ്നേഹം ഇവിടെ ദൃശ്യമാണ്. The love of Jesus restores Zacchaeus to be the person he was meant to be. അവൻ ഏത് തരത്തിലേക്ക് ആകണമോ ആ തരത്തിലേക്ക് യേശു അവനെ രൂപാന്തരപ്പെടും. Restoration means being brought back to wholeness, to the original purpose and beauty God intended. ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്ന ആ പൂർണ്ണതയിലേക്കുള്ള മടങ്ങിവരവാണ് യഥാസ്ഥാനത്ത്. It is not merely repair but renewal. അത് കേവലമായിട്ടുള്ള ഒരു ശരിയാക്കലല്ല, മറിച്ച് എന്നേക്കുമായിട്ട് ആ പൂർണ്ണതയിലേക്കുള്ള ഒരു മടങ്ങിവരവാണ്. God healing our lives, rebuilding our hope and restoring our joy. ദൈവം നമ്മളുടെ ആ വിശ്വാസത്തെ നീതീകരിക്കുന്ന വിശ്വാസത്തിലേക്ക് നമ്മളെ മടക്കി വരുത്തുന്ന അനുഭവം. So that we may walk with fresh strength and faith. പുതിയ ശക്തിയോടും പുതിയ കൃപകളോടും കൂടെ ദൈവത്തോട് ചേർന്ന് നടക്കുന്ന അനുഭവം. That is exactly what happened to Zacchaeus. അതാണ് സക്കായിക്ക് സംഭവിച്ചത്. Jesus closes his remarks with a clear mission statement. വളരെ ശക്തമായി ഒരു ദൗത്യത്തിന്റെ പദ്ധതി ഇവിടെ പറയുന്നു. For the Son of Man came to seek and to save the lost. കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. Luke portrays in his gospel the good news to the outcast. പുറജാതികൾക്കുള്ള അല്ലെങ്കിൽ പുറമേ ഉള്ള വിശ്വാസികൾക്കുള്ള സദ്വാർത്ത ഇവിടെ ലൂക്കോസ് ഉദ്ഘോഷിക്കുന്നു. The call of Levi concerns a tax collector and opposition to Jesus dining with sinners. രക്ഷയിലേക്ക് നയിക്കപ്പെടുന്ന ലേവ്യനെയും അതുപോലെ തന്നെ ഇവിടെ ചുങ്കക്കാരനെയും ഒക്കെ കാണുവാൻ ഇടയായിത്തീരും. It climaxes with Jesus' claim that as the great physician he has not come to call the self-righteous but sinners. പാപികളെ തിരഞ്ഞ് രക്ഷിപ്പാനാണ് കർത്താവ് വന്നത്, നീതിമാന്മാരെ അല്ല എന്ന് ഇവിടെ പറയുന്നു. In Luke chapter 15, the parables of the lost and found, it is with the same theme of opposition of Jesus dining with sinners. 15-ാം അധ്യായത്തിൽ നാം കാണുന്നത് നഷ്ടപ്പെട്ടതിനെ വീണ്ടും യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവസ്നേഹം. But there again we see the lost being found. അവിടെയും നഷ്ടപ്പെട്ടതിനെ വീണ്ടും കണ്ടെത്തപ്പെടുകയാണ്. And now we see that Jesus is criticized for dining with a chief tax collector. ഇവിടെ പാപിയായ ഒരു മനുഷ്യനോടുകൂടെ പാർപ്പാൻ പോകുന്ന യേശുവിനെ വളരെയധികമായിട്ട് വിമർശിക്കുന്ന സമൂഹത്തെ നമുക്ക് കാണാം. The worst of the worst. ഏറ്റവും നിന്ദ്യമായിട്ടുള്ള ഒരു അനുഭവം. But Jesus has come to seek and save the lost, no matter how terrible they are. എത്രത്തോളം വഷളായി തന്നെ ഇരുന്നാലും നഷ്ടപ്പെട്ടതിനെ തിരികെ പിടിക്കുന്ന ദൈവസ്നേഹം. So as you move into this year of restoration, ഈ ഒരു യഥാസ്ഥാനത്തിന്റെ വർഷത്തിലേക്ക് നാം വീണ്ടും മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ, the story of Zacchaeus calls the Madhya Kerala diocese to rediscover its true mission. മധ്യ ഡയസിസ് അതിന്റെ പൂർണ്ണമായിട്ടുള്ള ദൗത്യത്തെ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Jesus' declaration, the Son of Man came to seek and to save the lost, മനുഷ്യപുത്രൻ കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാൻ വന്നു എന്നുള്ളത് reminds us that the church exists not just to preserve traditions but to restore people. അത് നമ്മുടെ പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കുന്നതിന് അല്ല, മറിച്ച് നഷ്ടപ്പെട്ടതിനെ തിരഞ്ഞു പിടിക്കുന്ന അനുഭവം. We are called for the sake of others.
നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. We are not called to be inward looking. We are called to be outward looking. നമ്മുടെ തന്നെ ഉള്ളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നതിനല്ല, മറിച്ച് ചുറ്റുപാടുകളെ മനസ്സിലാക്കുന്നതിന് വേണ്ടി കൂടിയാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. Like Zacchaeus, many today feel excluded, judged or broken. സക്കായിയെ പോലെ പലർക്കും ഇന്ന് ആ ഒരു അനുഭവം ഉണ്ടാകും. ഒരുപക്ഷെ വിധിക്കപ്പെട്ടതായിട്ടോ മാറ്റപ്പെട്ടതായിട്ടോ തകർക്കപ്പെട്ടതായിട്ടോ ഒക്കെ തോന്നാം. So restoration means reaching out with compassion. വളരെ അധികം അനുകമ്പയോടുകൂടെ തേടുന്ന ഒരു അനുഭവം. Rebuilding trust. ആ വിശ്വാസത്തെ വീണ്ടും തിരികെ പിടിക്കുന്ന അനുഭവം. Healing divisions. ആ മുറിവുകളെ കെട്ടുന്ന ഒരു അനുഭവം. And affirming the God-given dignity of every person. ദൈവം നൽകുന്ന ആ മാന്യതയും ബഹുമാനത്തെയും എല്ലാവർക്കും മടക്കി നൽകുന്ന ഒരു അനുഭവം. It calls the church to hold justice and mercy together. നീതിയും കരുണയും ഒരുപോലെ ചേർത്ത് പിടിക്കുവാൻ ഇത് നമ്മെ ക്ഷണിക്കുന്നു. Standing with the oppressed while believing in God's power to transform those who have caused harm. പീഡിപ്പിക്കപ്പെട്ടവരോട് കൂടെ നിൽക്കുമ്പോൾ തന്നെ പീഡിപ്പിച്ചവരോട് അനുകമ്പയോടെ പ്രവർത്തിക്കുന്ന ദൈവസ്നേഹം മനസ്സിലാക്കുന്നതിന്. When the church welcomes people as Jesus did, ആ സഭ യേശു തന്റെ ജനങ്ങളെ സ്വീകരിച്ചതുപോലെ സ്വീകരിക്കുന്നുവെങ്കിൽ joy and hope are renewed and the community is restored to its true purpose. പ്രത്യാശയും സന്തോഷവും നമുക്ക് തിരികെ പിടിപ്പിക്കുവാനായിട്ട് സാധിക്കും. നമ്മെക്കുറിച്ചുള്ള യഥാർത്ഥ ആ ഉദ്ദേശത്തിലേക്ക് മടങ്ങി വരുവാൻ നമുക്കിടയായി. That is about the church and the community. അതാണ് സഭയെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചുമുള്ള ദൈവോദ്ദേശം. What about us as individuals? എന്നാൽ വ്യക്തിപരമായി അത് നമ്മെ എങ്ങനെ സ്വാധീനിക്കും? Zacchaeus teaches us that restoration begins with a personal response to Jesus. വളരെ വ്യക്തിപരമായിട്ടുള്ള ഒരു പ്രതികരണം യേശുവിന് നൽകുന്നതാണ് ഒന്നാമതായിട്ട് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി. He took a step to see Christ. യേശുവിനെ കാണുന്നതിനുള്ള ഒരു ശ്രമം അവൻ ചെയ്തു. He responded to his call. അവന്റെ വിളിയോട് സക്കായി പ്രതികരിച്ചു. He welcomed him joyfully. വളരെ സന്തോഷത്തോടുകൂടി യേശുവിനെ അവൻ ഭവനത്തിൽ He കൈക്കൊണ്ടു. received him in his home and in his heart. അവന്റെ ഹൃദയത്തിലേക്കും അവന്റെ ഭവനത്തിലേക്കും സക്കായി യേശുവിനെ കൈക്കൊണ്ടു. And his life was changed. അവന്റെ ജീവിതത്തിന് ഒരു വലിയ മാറ്റമുണ്ടായി. True restoration involves repentance. മാനസാന്തരം ആണ് യഥാസ്ഥാനത്വത്തിലേക്കുള്ള ഒരു പടി. A willingness to make things right. എല്ലാ ബന്ധങ്ങളും ശരിയാക്കുന്നതിനുള്ള ഒരു വലിയ പദ്ധതി. A commitment to live differently. വളരെ വ്യത്യസ്തമായിട്ട് ജീവിക്കുന്നതിനുള്ള ഒരു സമർപ്പണം. You know, very often when I teach about holiness, വിശുദ്ധിയെക്കുറിച്ച് ഞാൻ പഠിപ്പിക്കുമ്പോൾ people think holiness means you have a halo around your head, you walk with a long face, with your head stooped down. വിശുദ്ധിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തലയ്ക്ക് ചുറ്റും ഒരു പ്രകാശവും മുഖം താഴ്ത്തിയും വളരെ ഗൗരവത്തോടെ നടക്കുന്ന ഒരു അനുഭവം. That is not holiness, that's false piety. അത് വളരെ തെറ്റായിട്ടുള്ള ഭക്തിയുടെ പ്രകടനമാണ്. Holiness means to be distinct. വിശുദ്ധി എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായി നിൽക്കുക എന്നതാണ്. To be different in your day-to-day life, that is what holiness is. ദിനംതോറുമുള്ള ജീവിതത്തിൽ വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന. You may be shocked to hear some of the things the Old Testament says about holiness. അപ്രകാരം വിശുദ്ധിയെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ പഴയ നിയമം പറയുന്നത് വളരെ ഭയത്തോടെ നമുക്ക് കാണുവാൻ സാധിക്കും. Holiness in Leviticus is about paying your daily wage, the salary by the evening. വൈകുന്നേരം കൂലി കൊടുക്കുന്നതിനെ സംബന്ധിച്ചും That's holiness. അത് വിശുദ്ധിയാണ്. It is about paying the right wages for your church bearer. സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് കൊടുക്കുക എന്നുള്ളത്. Government sets a certain limit, we give below that. ചില വസ്ത്രം നമ്മൾ വാങ്ങുമ്പോൾ അതിനേക്കാൾ കുറച്ച്. Because we are not just. We are not holy. നമ്മൾ വിശുദ്ധരല്ല. So we don't consider those as holiness. അത് വിശുദ്ധിയായിട്ട് ഒരുപക്ഷെ നാം കരുതാം. In Leviticus, building a parapet wall so that a child may not fall is part of holiness. അത് താഴെ വീഴാതിരിപ്പ് ഒരു മതിൽ പണിയുന്നത് ഒരു വിശുദ്ധിയുടെ അടയാളമായിട്ട് കരുതപ്പെടും. So God calls us to be distinct people. വ്യത്യസ്തരായ ജനമായിരിക്കാൻ കർത്താവ് നമ്മെ വിളിക്കുന്നു. And we are called to live differently. വ്യത്യസ്തമായിട്ട് ജീവിക്കുവാൻ കർത്താവ് നമ്മെ വിളിക്കുന്നു. Jesus restored Zacchaeus not by condemning him but by loving him. അവനെ കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല യഥാസ്ഥാനത്വത്തിലേക്ക് നയിക്കപ്പെടുന്നത്, മറിച്ച് അവനെ ചേർത്തുകൊണ്ടാണ്. And he restored him to his identity as a child of God. ദൈവത്തിന്റെ മകൻ എന്നുള്ള ആ ഒരു സൽപ്പേരിന് ഉണ്മയിലേക്ക് അവനെ മടക്കി വരുത്തുകയാണ്. In the same way, restoration today means being brought back to wholeness. ആ പൂർണ്ണതയിലേക്കുള്ള മടങ്ങി വരുവാണ് യഥാസ്ഥാനത്വം. Leaving behind the labels of the past. കഴിഞ്ഞ നാളുകളിലെ അനുഭവങ്ങളുടെയൊക്കെ ചരിത്രം മായ്ച്ചുകൊണ്ട് and walking forward with renewed faith. പുതുക്കപ്പെട്ട വിശ്വാസത്തോടുകൂടെ മുന്നോട്ട് ഉള്ള നടപ്പ്. Healed relationships. ബന്ധങ്ങളുടെ പുനഃസ്ഥാപനം. Restored joy. നിലനിൽക്കുന്ന സന്തോഷത്തിന്റെ മടക്കം. And joining Christ in his mission. കർത്താവിന്റെ ദൗത്യത്തോട് ഉള്ള പങ്കാളിത്തം.
to seek and save the lost. നഷ്ടപ്പെട്ടതിനെ തേടുവാനും രക്ഷിക്കുവാനുമുള്ള ആഗ്രഹം. And so as you begin this year of restoration, ഈ ഒരു യഥാസ്ഥാനത്തിന്റെ വർഷത്തിലേക്ക് നാം may God help the Madhya Kerala diocese മധ്യകേരള മഹായിടവക അപ്രകാരം സഹായിക്കട്ടെ. to be a diocese which goes after the lost, seeks the lost, നഷ്ടപ്പെട്ടതിനെ തേടുന്ന ഒരു അനുഭവം നിങ്ങൾക്കുണ്ടാകട്ടെ. where mission is high priority, അവിടെ പ്രഥമമായിട്ടുള്ള പരിഗണന ദൗത്യത്തിനാണ്. and bring people into the kingdom of God. ദൈവരാജ്യത്തിലേക്ക് ജനത്തെ കൂട്ടിവരുത്തുന്ന അനുഭവം. And for you as individuals who are seated here, maybe many of you are here, but God is calling you by name tonight. ഈ രാത്രിയിൽ ഒരുപക്ഷെ നിങ്ങളെ ചിലരെ പേര് ചൊല്ലി കർത്താവ് വിളിക്കുന്നുണ്ടാവും. You know that God is calling you, ദൈവം നിങ്ങളെ വിളിക്കുന്നു എന്ന് നിങ്ങൾ and you are delaying that call. ഒരുപക്ഷെ നിങ്ങൾ ആ വിളിയെ താമസിപ്പിക്കുന്നു. Don't resist the call. ആ വിളിയെ നിങ്ങൾ തടുക്കരുത്. Obey him. ആ ദൈവത്തെ Commit your lives to him. ജീവിതത്തെ യേശുവിന് സമർപ്പിക്കുവാനിടയായി. He will bring you back to wholeness, ആ യഥാർത്ഥത്തിലേക്ക് പൂർണ്ണതയിലേക്ക് നമ്മെ മടക്കി വരും. and he will fulfill his purposes for your life. അവന് നിങ്ങളിലുള്ള പദ്ധതിയെ പൂർത്തീകരിപ്പാനിടയായി തീരും. May God bless you and bless the reading of his word and the studying of his word and transform your lives. ദൈവവചനം വായിക്കുന്നതും ധ്യാനിക്കുന്നതും നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ മാറ്റിമറിക്കുന്നതിനിടയായി തീരട്ടെ. Amen. ആമേൻ. കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ വർഷത്തെ മഹാടോക ദ്വീപിനോടുള്ള ബന്ധത്തിൽ ഞങ്ങളെ കേൾപ്പിച്ച് അനുഗ്രഹിക്കപ്പെട്ട ദൂതനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ വ്യക്തിപരമായി അറിഞ്ഞ്, ഏതവസ്ഥയിൽ ഞങ്ങളെ അറിഞ്ഞ്, ഞങ്ങളെ മനസ്സിലാക്കി, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്കായി സ്തോത്രം ചെയ്യുന്നു. ആ വിശുദ്ധീകരണത്തിലേക്ക് ഞങ്ങൾക്ക് മടങ്ങി വരുവാനായിട്ട് ഞങ്ങളെ ഒരുക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 60ാമത് കൺവെൻഷനിലൂടെ പ്രസ്തുത വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെ തന്നെ പൂർണ്ണമാക്കപ്പെടുവാനായിട്ട് ഞങ്ങളെ സഹായിച്ചാട്ട്. സന്നിഹിതരായിരിക്കുന്ന ദൈവജനത്തിനായും വചന പ്രഘോഷത്തിന്റെ മകനായും നേതൃത്വം കൊടുക്കുന്ന അഭിഷേകത്തിനായും മറ്റ് കൺവീനേഴ്സിനായി, ചുമതലക്കാർക്കായി, പാടുന്നവർക്കായി, പ്രാർത്ഥിക്കുന്നവർക്കായി, വിവിധ സ്റ്റോളുകളിൽ ശുശ്രൂഷ ചെയ്യുന്നവർക്കായി ഞങ്ങളെ തന്നെ പൂർണ്ണമായിട്ട് ഈ കൺവെൻഷന്റെ അങ്ങയുടെ വരവ് താമസമെങ്കിൽ ഇതിന്റെ സമാപനമാകുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഒരു മടങ്ങുവരവിൽ ഞങ്ങളായിത്തീരുവാൻ സഹായിച്ച് പൂർണ്ണമായി ബലപ്പെട്ട് മടങ്ങിപ്പോകുവാൻ സഹായിക്കണം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. ദൈവത്തിന്റെ കൃപകളെല്ലാം കാവിലെ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കട്ടെ. കർത്താവ് തന്നെ തിരുവപ്രസാദം നിങ്ങൾ വിലയുയർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന ത്രിയേക ദൈവത്തിന്റെ നിരന്തര സാന്നിധ്യം, സഹായം, അനുഗ്രഹങ്ങൾ, നന്മകൾ, വാഴ്വുകൾ, പ്രാർത്ഥന എല്ലാ കാര്യങ്ങളുടെ മേലും, ബലഹീനരാകുന്ന അടിയങ്ങളുടെ മേലും, മടക്ക യാത്രയുടെ മേലും, ഈ കൺവെൻഷൻ തുടർ യോഗങ്ങളിലും തുടർന്നും കാലാവസ്ഥാനത്തോളം എന്നുമേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.